ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു എജുസ്ലോട്ട്. നമ്മുടെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു എക്സാം കാലഘട്ടം എന്ന് പറയുന്നത്. കുട്ടികളോട് പഠിക്കൂ പഠിക്കൂ എന്നുള്ളത് പലയാവർത്തി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് പറയണം, ഇനി എന്താണ് ഞാൻ പറയേണ്ടത്, പറയാൻ പാടില്ലാത്തത്, ഓരോ പാരന്റിന്റെയും ഒരു കൺസേൺ ആണ് ആ ഒരു കാര്യം. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും കുറെ കാലമായിട്ട് പാരന്റ്സ് പഠിക്കാൻ പറയുന്നുണ്ട്. അപ്പോ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ കറക്റ്റ് പഠിച്ചിട്ടുണ്ടോ, എക്സാമിന് നല്ല സ്കോർ നേടാൻ എനിക്ക് പറ്റുമോ, നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ, ഇല്ലെങ്കിൽ എന്തായിരിക്കും പാരന്റ്സിന്റെ റിയാക്ഷൻ എന്ന് തുടങ്ങിയിട്ട് രണ്ടു കൂട്ടരും ഒരുപോലെ ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് രക്ഷിതാക്കളായിട്ടുള്ള ഒരുപാട് അധ്യാപകരും നമുക്ക് ഇന്ന് ഈ ഒരു സെഷന്റെ ഭാഗമായിട്ട് നമ്മളോടൊപ്പം ഉണ്ട്. സോ നമ്മൾ ഒട്ടും ദീർഘിപ്പിക്കാതെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒന്നിച്ച് പങ്കെടുക്കാൻ സാധിക്കുന്ന, ഒന്നിച്ച് അവരിരുന്ന് കേൾക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ രാഹുൽ ആസാർ ആണ്. അദ്ദേഹം ഫിസിഷ്യനും അതുപോലെ തന്നെ ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകരെയും വർഷങ്ങളായിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പം അത്തരത്തിലുള്ള ഒരാളിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത്, അദ്ദേഹത്തിൽ നിന്നുള്ള വാക്കുകൾ കേൾക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഓരോ വിദ്യാർത്ഥിയെയും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ അവരുടെ അടുത്ത് എന്തൊരു കാര്യത്തിനെയും പറയേണ്ടത്, അവരെ പഠിപ്പിക്കേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവാണ് എജുസ്ലോട്ട് എല്ലാ കാലത്തും മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാം കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ അവരെ മനസ്സിലാക്കി കൂടെ നിർത്താൻ, ചേർത്ത് നിർത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമിലേക്ക് രാഹുൽ സാറിനെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. രാഹുൽ സാർ. താങ്ക് യു. ഓക്കെ, നമുക്ക് ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അനേകം ആളുകൾ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ട്. നമുക്ക് എങ്കിലും ആരംഭിച്ചു തുടങ്ങാം സാർ. ഇനിയും നമുക്ക് ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ്സ് പറയുന്നുണ്ട്. എത്തിച്ചേർന്നിട്ടുള്ള രക്ഷിതാക്കൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വെബിനാറിലേക്ക് ആരംഭിക്കുകയാണ്. ഓവർ ടു യു സാർ. നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നൊരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 2-3 വർഷം എന്ന് പറയും. എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം, 10ാം ക്ലാസ് ആണെങ്കിൽ പുതിയ സിലബസ് കുട്ടികൾ ഈ വർഷം പഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ അല്ലാതെ ഉണ്ട്. ഇതേ ആശങ്ക കുട്ടികളെ ഒരുക്കുന്ന അധ്യാപകർക്കും ഉണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കൾക്കും ഉണ്ട്. കുട്ടികൾക്ക് നല്ല ആശങ്കയുണ്ട്. പരീക്ഷ എങ്ങനെയായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിലൊക്കെ. പോരാത്തതിന് പഴയ ഒരു തലമുറ, രക്ഷിതാക്കൾ ഉൾപ്പെടുന്ന ഒരു തലമുറ പരീക്ഷയെ നേരിട്ട ഒരു സാഹചര്യത്തിലല്ല ഈ കുട്ടികൾ പരീക്ഷയെ നേരിടുന്നത്. കാരണം പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ടെലിവിഷൻ ആയിരുന്നു വലിയൊരു വില്ലനായിട്ടുണ്ടായിരുന്നത്, കമ്പ്യൂട്ടറുകളും ടെലിവിഷനും ഒക്കെ. പക്ഷെ ഇതിനൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ടെലിവിഷൻ കമ്പ്യൂട്ടറുകളൊക്കെ പ്രവർത്തിപ്പിച്ച് തുടങ്ങണമെങ്കിൽ വലിയ മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ്. എന്നാൽ ഇന്ന് വന്നിട്ടുള്ള ഗാഡ്ജറ്റായ മൊബൈൽ ഫോൺ പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് മുന്നൊരുക്കങ്ങളൊന്നും ആവശ്യമില്ല. അത് എടുക്കുന്നു, ഓൺ ചെയ്യുന്നു, സോഷ്യൽ മീഡിയയുടെ വിശാലമായ ലോകത്തേക്ക് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ കയറിപ്പോയാൽ തന്നെ കുട്ടികൾക്ക് തന്നെ പലപ്പോഴും അറിയാം അവര് പഴിച്ചുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. കാരണം അതിനകത്തേക്ക് ഒരിക്കൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ വലിയ പ്രയാസം. കുട്ടികൾക്കെന്നല്ല, മുതിർന്നവർക്ക് പോലും, ഓഫീസ് സ്റ്റാഫുകളായാലും പല മേഖലകളിൽ ജോലി ചെയ്യുന്ന കുട്ടികളായി കഴിഞ്ഞാലും അവർക്കൊക്കെ അതിൽ നിന്ന്, സോഷ്യൽ മീഡിയയുടെ കൈപ്പിടിയിൽ നിന്ന് നിയന്ത്രിച്ച് സ്വന്തം ജീവിത ശൈലി രൂപപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സെൽഫ് കൺട്രോളും ആത്മനിയന്ത്രണവും വൈകാരിക നിയന്ത്രണവും ഒന്നും പൂർണ്ണമായി സജ്ജമായിട്ടില്ലാത്ത ബ്രെയിൻ നിയന്ത്രിക്കുന്ന നമ്മുടെ കൗമാരക്കാരായിട്ടുള്ള 10ാം ക്ലാസ്, +1, +2 പരീക്ഷകളെ നേരിടുന്ന കുട്ടികൾ, ഏകദേശം ഒരു 8, 9, 10 ക്ലാസ്സുകളിലെ പരീക്ഷയെ നേരിടുന്ന കുട്ടികൾ, ഇവരെ സംബന്ധിച്ച് പഠന സമയം ക്രമീകരിക്കുക, പഠനം കൃത്യമായിട്ട് ക്രമീകരിക്കുക എന്നുള്ളത് വളരെ പ്രയാസം പിടിച്ചൊരു കാര്യമാണ്. ഇതാദ്യം മനസ്സിലാക്കേണ്ടത് രക്ഷകർത്താക്കളാണ്. കാരണം ഇതൊരു ഗാഡ്ജറ്റ് അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയേണ്ടത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു അവസ്ഥയാണ്. ഇത് കുട്ടികൾ മനഃപൂർവ്വം ചെയ്യുന്നല്ല, അതിലേക്ക് പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ സമയം എടുക്കുന്നുണ്ട്.
നിങ്ങൾ നിഷ്കളങ്കമായി നിങ്ങളുടെ കുട്ടികളോട് സംസാരിച്ച് അവർ പറയും, അവർക്ക് തന്നെ അറിയാം അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഇവരെ സംബന്ധിച്ച് ബോറടിക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. വളരെ സ്ലോ ആയിട്ടുള്ള പഠിക്കുക, വളരെയധികം ശ്രദ്ധ വേണ്ട കാര്യങ്ങൾ, വളരെ പതുക്കെ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളോടൊന്നും പഴയ രീതിയിൽ കുട്ടികൾക്ക് ശ്രദ്ധയില്ല, പെട്ടെന്ന് ബോറടിക്കുക. അപ്പൊ ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്, ക്ഷമയോടുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് പഠിക്കുക എന്ന് പറയും. ഗാഡ്ജറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം വളരെ ഫാസ്റ്റാണ്. അതിൽ കാണുന്ന വീഡിയോസ് ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയയുടെ ആ ചേഞ്ചസ് ആയിക്കോട്ടെ, അല്ലെ, നമ്മൾ സെക്കൻഡുകൾ കൊണ്ട് എത്രയോ കണ്ടന്റുകളാണ് നമ്മുടെ കണ്ണിലൂടെയും നമ്മുടെ ബ്രെയിനിലൂടെയും മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ബ്രെയിനും തന്നെ അത്രയും ഫാസ്റ്റായി മാറി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങളെ ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് എന്റർടൈൻമെന്റിന്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് നമ്മുടെ ബ്രെയിൻ മാറും. അപ്പൊ സ്വാഭാവികമായിട്ട് എന്റർടൈൻമെന്റ് ഒന്നും തരാത്ത, വളരെ പണിപ്പെട്ടുകൊണ്ട് സമയമെടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട പഠനം എന്ന് പറയുന്ന കാര്യം കുട്ടികളെ സംബന്ധിച്ച് വലിയ പ്രയാസമായിട്ട് മാറി. ഈ ഒരു സാഹചര്യത്തിലാണ് പരീക്ഷകൾ വന്നെത്തിയിരിക്കുന്നത്, പഠനം മുന്നോട്ട് പോയിട്ടുള്ളത്, രക്ഷകർത്താക്കളും കുട്ടികളും തമ്മിലുള്ള വലിയ രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അധ്യാപകർക്കും കുട്ടികളെ ഒരുക്കുന്നതിൽ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അത് ഡിജിറ്റൽ എംപതിയോടുകൂടി ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ ഇതിലൊക്കെ വളരെ കാര്യക്ഷമമായി ചിട്ടയോടുകൂടി വർഷങ്ങളായി സോഷ്യൽ മീഡിയയും ഫോണും ഉപയോഗിക്കുന്ന കുട്ടികൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം അവരുടെ ബ്രെയിനിന് വലിയ പരിക്കുകൾ വന്നിട്ടില്ല. കാരണം അവരുടെ ബ്രെയിനിന് കൃത്യമായ ഒരു കൺട്രോൾ ഉണ്ട്. അവരുടെ കയ്യിൽ തന്നെ ഇത്ര നേരം ഫോൺ ഉപയോഗിച്ചാൽ അത് മാറ്റിവെക്കണം എന്നൊരു ശീലം ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ട് ചെയ്യാനുള്ളൊരു ശ്രദ്ധ അവരുടെ ബ്രെയിനുകൾക്കുണ്ടായി. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത കുട്ടികളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധികളാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഈവൻ ഞാൻ പറയുന്നത് കോളേജ് വിദ്യാർത്ഥികളുടെ വരെ അവസ്ഥ ഇങ്ങനെയാണ്. എത്രയോ കോളേജ് വിദ്യാർത്ഥികളാണ് ഇപ്പൊ വരുന്നത്, ജീവിതം വല്ലാതെ വിരസമായിട്ട് മാറുന്നു, ഫോണിന്റെ ഉള്ളിലേക്ക് മാത്രമായി ജീവിതം ചുരുക്കപ്പെടുന്നു, ഇനി അങ്ങോട്ട് എങ്ങനെ ജീവിക്കണം എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങളാണ് കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഉറപ്പാണ്, ഫോൺ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലേക്ക് വിവര സാങ്കേതിക വിദ്യയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ നമ്മുടെ ജീവിത തലങ്ങളെ സ്പർശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു അല്ലെ? ഞാൻ സ്ലൈഡ് ചേഞ്ച് ചെയ്തത് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് മറുപടി പറഞ്ഞാൽ സന്തോഷം. രണ്ടാമത്തെ സ്ലൈഡിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്, കാണാമല്ലോ? താങ്ക് യു. അപ്പൊ ഇതിലെ കാണുന്നു, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉറക്കത്തിനെ കുറിച്ചുള്ള ഒരു സ്ലൈഡാണ്. ആരോഗ്യകരമായ ഒരു നിദ്രാശീലം വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഈ ഉറക്കം എന്താണ് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു ക്ലാസ് ഉറക്കത്തിനെ കുറിച്ചാണ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, പല കുട്ടികളുടെയും സ്റ്റഡി ലീവിന്റെ സമയത്ത് കൃത്യമായിട്ടുള്ളൊരു ഉറക്കശീലം കുട്ടികൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യുന്നതിൽ അത് കുട്ടികളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ എന്താണ് അവസ്ഥ? കുഴപ്പമില്ല സാർ, ഇപ്പൊ ക്ലാരിറ്റി ഉണ്ട്. വീഡിയോ ഓഫ് ആക്കിയപ്പോ റെഡിയായി. ഓക്കെ. ചില ആൾക്കാർ ഇപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ക്ലിയർ ചെയ്യേണ്ടി വരുന്നത്. ഇല്ല ഇപ്പൊ കുഴപ്പമില്ല, പറഞ്ഞോളൂ സാർ, കണ്ടിന്യൂ ചെയ്തോളൂ. ശരി, താങ്ക് യു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നില്ല എങ്കിൽ പ്രത്യേകിച്ചും സംഭവിക്കുന്ന ഒരു പ്രയാസം എന്താന്ന് വെച്ചാൽ, നമ്മൾ വീണ്ടും വീണ്ടും ആങ്ഷ്യസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതൽ. എന്താ കാര്യം എന്ന് വെച്ചാൽ, നന്നായിട്ട് പഠിച്ചു എന്നാണ് നമ്മുടെ ബ്രെയിൻ കരുതുന്നത്. നമ്മുടെ ബ്രെയിൻ അത് കരുതുകയും പരീക്ഷാ ഹാളിൽ എത്തുന്ന സമയത്ത് നമുക്ക് ആ കാര്യങ്ങൾ ഓർത്തെടുത്ത് നമുക്ക് നമ്മുടെ പരീക്ഷാ പേപ്പറുകളിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് പിന്നീടുള്ള പരീക്ഷകളെ ഒക്കെ ബാധിക്കാനുള്ള ഏറ്റവും വലിയ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നല്ല ഒരു നിദ്രാശീലം ഉറപ്പിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പഠിച്ച കാര്യങ്ങളെ മുഴുവൻ കൃത്യമായി നമ്മുടെ ബ്രെയിനിന്റെ മെമ്മറി സെല്ലുകളിൽ അടുക്കി വെക്കുന്ന ഒരു കൺസോൾട്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ആണ് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം പഠിക്കുക എന്നുള്ളത് മാത്രമല്ല,
പഠിക്കുന്ന കാര്യങ്ങൾ റീറ്റൻഷൻ ചെയ്യാനും അത് റീകലക്ട് ചെയ്യാനുള്ള ഒരു ശേഷി കൂടിയാണ് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിനെ പക്വമാക്കി എടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിത ശൈലിയിൽ ഈ ഒരു സ്റ്റഡി ടൈം ടേബിളിൽ കൃത്യമായി കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഉറക്കത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. ചില കുട്ടികളുടെ ഉറക്കം ഞാൻ കാണാറുണ്ട്. പല കുട്ടികൾ എന്നോട് ഷെയർ ചെയ്തിട്ടുള്ളത്, സാർ ഞങ്ങൾ രാത്രി ഒരു 2 മണി വരെ ഇരുന്ന് പഠിക്കും, 4 മണി വരെ കിടന്നുറങ്ങും, വീണ്ടും 2 മണിക്കൂർ പഠിക്കും. അങ്ങനെ ഇന്റർമിറ്റന്റ് ആയിട്ടുള്ള ഒരു സ്ലീപ്പ് പാറ്റേൺ പല കുട്ടികളും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഉറക്കശീലവും വളരെ പ്രശ്നമുള്ളത്. കാരണം ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ റെസ്റ്റ് ആണ്. മെറ്റബോളിക് വേസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്ത് മെമ്മറിയെ ശക്തിപ്പെടുത്തുന്ന ഒരു സമയം നമ്മൾ ബ്രെയിനിന് നിർബന്ധമായിട്ട് കൊടുക്കണം. അത് കൊടുത്തില്ല എങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ മെമ്മറി പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യില്ല. അപ്പൊ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, നിങ്ങൾ എത്രയോ എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ടാവും, പക്ഷെ അതൊന്നും നമ്മുടെ തലച്ചോറിൽ നിൽക്കുന്നില്ലെങ്കിൽ, അത് മാത്രമല്ല ഈ ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി, അസുഖങ്ങൾ വരാതിരിക്കുക എന്നുള്ളത് ഇനിയുള്ള കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷ തീരുന്നത് വരെയെങ്കിലും. അപ്പൊ സ്വാഭാവികമായിട്ടും ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്ന കുട്ടികൾക്ക് രോഗപ്രതിരോധ ശക്തി കുറയും. ഉറക്കം പ്രശ്നമാവുന്ന സമയത്ത് അസുഖങ്ങൾ വരാനുള്ള സാധ്യത, വികാരങ്ങളെ നിയന്ത്രിക്കാനും മാനസിക സ്ഥിരതയുള്ള രീതിയിൽ പെരുമാറാനുള്ള പ്രശ്നങ്ങൾ, ടെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നർത്ഥം. അപ്പൊ ഇത് വളരെ പ്രോമിനന്റ് ആയിട്ട് പല കുട്ടികളും കാണാറുണ്ട്. നന്നായി പഠിക്കുന്ന കുട്ടികളാണെങ്കിലും വളരെ സ്ട്രെസ് ഉണ്ടാവും. അവരുടെ ഒരു സ്ലീപ്പ് പാറ്റേൺ നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ അതിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് കാണാൻ കഴിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ തുടങ്ങുന്നത് തന്നെ ഉറക്കം വളരെ കൃത്യമാക്കുക, അതിന് വലിയ പ്രാധാന്യം കൊടുക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ്. പിന്നെ നിങ്ങൾ നോക്കൂ, നമ്മൾ പൊതുവെ പറയാ 3 തരത്തിലുള്ള സ്ട്രെസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ 3 തരത്തിലുള്ള സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രെസ്, സ്ട്രെസ്, യൂസ്ട്രെസ് എന്നുള്ള രീതിയിൽ നമുക്ക് 3 രീതിയിൽ. അപ്പൊ അതില് സ്ട്രെസ് എന്ന് വെച്ചാൽ നോർമൽ ഫീലിംഗ് ഓഫ് ആങ്സൈറ്റി ഓർ പ്രഷർ എന്ന് പറയും. ഡിസ്ട്രെസ്സിലേക്ക് പോകുമ്പോൾ അത് എക്സ്ട്രീം ആങ്സൈറ്റിയാണ്, വിഷമമാണ്, പ്രയാസമാണ്, നമുക്ക് നമ്മളെ തന്നെ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത രീതിയിൽ സ്ട്രെസ് നമ്മളെ നിയന്ത്രിക്കുന്ന രീതിയിലേക്കുള്ള തോന്നലാണ് ഈ ഡിസ്ട്രെസ് എന്ന് പറയും. ഡിസ്ട്രെസ് ഉള്ള കുട്ടികളാണ് പലപ്പോഴും പരീക്ഷ അടുപ്പിച്ച് അവര് ആശുപത്രികളിലാവുക, അല്ലെങ്കിൽ അവര് ഒളിച്ചോടുക, അല്ലെങ്കിൽ ആരോടും മിണ്ടാതാവുക, ഭയങ്കരമായിട്ട് അസുഖങ്ങളും പ്രയാസങ്ങളും ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള പല തോട്ട്സും കുട്ടികൾ ഷെയർ ചെയ്യുന്നതൊക്കെ ഡിസ്ട്രെസ് അവരെ കീഴ്പ്പെടുത്തുമ്പോഴാണ്. എന്നാൽ യൂസ്ട്രെസ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് സ്ട്രെസ് ആണ്. പോസിറ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്, അത് നന്നായി ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിൽ നല്ല ഒരുക്കം ആവശ്യമാണ് എന്നുള്ള തോന്നലോടുകൂടി കാര്യങ്ങൾ പക്വതയോടുകൂടി ചിട്ടയായി ചെയ്തു തീർക്കാനുള്ള ഒരു മാനസികാവസ്ഥയാണ് യൂസ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ പൊതുവെ പറയും യൂസ്ഫുൾ സ്ട്രെസ് എന്നാണ് പൊതുവെ യൂസ്ട്രെസ്സിനെ കുറിച്ച് പറയുന്നത്. ഡിസ്ട്രെസ്സിനെ കുറിച്ച് പറയുന്ന ഡിസ്ട്രോയിങ് സ്ട്രെസ് ആണ്. അതായത് നമ്മുടെ സ്ട്രെസ് നമുക്ക് തന്നെ പ്രയോജനപ്രദമാവാതിരിക്കുക. യൂസ്ഫുൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അതിന് ഞാൻ ഇതൊക്കെ ചെയ്തേ പറ്റൂ എന്നുള്ള ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരുങ്ങുന്നതിനെയാണ് യൂസ്ട്രെസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. അപ്പൊ അതിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, എക്സാം ഫോക്കസിൽ ഇനി അങ്ങോട്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നന്നായി അറിയാവുന്ന പാഠഭാഗങ്ങൾ ആവർത്തിച്ച് പഠിച്ച് ഓർമ്മയിൽ നിർത്തുക. ഇത് വളരെ പ്രധാനപ്പെട്ട, ഞാനിത് എടുത്തു പറയാൻ കാരണം പല കൂട്ടുകാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, അറിയാത്ത കാര്യങ്ങൾ പഠിച്ച് നന്നായി അറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാലോ, അത് അവസാനം എങ്കിലും പഠിച്ചാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ പുതിയത് പഠിക്കാൻ ഒരുപാട് സമയം. കാരണം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മാർച്ച് 1-ാം തീയതിയാണ്. നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന മാർച്ച് 5, 6 ഒക്കെ ദിവസങ്ങളിലായിട്ടായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ പറയുന്നത് പബ്ലിക് എക്സാം എഴുതുന്ന കുട്ടികൾ, ഇപ്പൊ CBSE പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നന്നായി അറിയുന്ന പാഠഭാഗങ്ങൾ ആവർത്തിച്ച് പഠിച്ച് നഷ്ടപ്പെടാത്ത രീതിയിൽ ഓർമ്മയിൽ നിർത്തേണ്ട സമയമാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നന്നായി അറിയുന്ന പാഠഭാഗങ്ങൾ കൃത്യമായി റിവിഷൻ ചെയ്തില്ല എങ്കിൽ നമുക്കത് നന്നായിട്ട് നമ്മുടെ ആൻസർ പേപ്പറിൽ എഴുതാൻ കഴിയണമെന്നില്ല. ഇത് നമ്മുടെ ആത്മവിശ്വാസത്തെ വളരെയധികം കുറയ്ക്കും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ നന്നായി അറിയുന്ന പോലും എഴുതാൻ പറ്റുമ്പോഴാണ് അല്പം അപ്ലിക്കേഷൻ ലെവലിലൊക്കെ കയറി വരുന്ന ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് എഴുതാനുള്ളൊരു പക്വതയും ഒരു ആത്മവിശ്വാസവും നമ്മുടെ മനസ്സിൽ ഫീൽ ചെയ്യും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ അറിയാമെന്ന് കോൺഫിഡൻസോടുകൂടി എടുക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്നില്ല, നമ്മൾ തളരും, നമ്മൾ വല്ലാത്ത സ്ട്രെസ്സിലേക്ക് കടന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു
ഡിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നന്നായി അറിയുന്നതും നന്നായി അറിയാത്തതും ഈ കാലഘട്ടത്തിൽ. കാരണം പരീക്ഷ അടുത്ത ദിവസങ്ങളിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ നന്നായി അറിയുന്ന പാഠങ്ങൾ എന്തായാലും ഞാൻ എഴുതിയിരിക്കും എന്ന കോൺഫിഡൻസിലേക്ക് എത്തിക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ റിവിഷൻ. അപ്പൊ ഇതുവരെ പഠിക്കാത്ത പാഠഭാഗങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ പഠിച്ച് റിവിഷൻ ചെയ്ത് സമയം ശേഷിക്കുന്നെങ്കിൽ മാത്രം ഒരുപാട് സമയം എടുക്കാതെ പുതിയ പാഠഭാഗങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അതാണ് അതിന്റെ ഒരു രീതി. കാരണം എന്താ വെച്ചാൽ പുതിയ പാഠഭാഗങ്ങൾ പഠിക്കുമ്പോൾ അതുമായിട്ടുള്ള ഒരു പരിചയം നമ്മുടെ ബ്രെയിനിന് കുറവായിരിക്കും. അതുകൊണ്ട് അത് കൂടുതൽ സമയം എടുക്കും. കൂടുതൽ സമയം എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ പഠനത്തിന്റെ കണ്ടന്റ് കുറയാൻ തുടങ്ങും. ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്ന, നമ്മൾ ദിവസാവസാനം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എത്രമാത്രം പഠിച്ചു എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷന് കുറച്ച് കുറവ് വരും. അപ്പൊ നമ്മൾ വീണ്ടും ടെൻഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രധാനപ്പെട്ട പാഠങ്ങൾ പഠിച്ച് റിവിഷനൊക്കെ ചെയ്ത് കുറച്ച് സമയം മാത്രം ഇതുവരെ പഠിക്കാത്ത പുതിയ ഭാഗങ്ങൾക്കായി മാറ്റിവെക്കുക. അവിടെ ഒരു ചാൻസും കൂടി ഉണ്ട്. നിങ്ങളിപ്പോ നന്നായി അറിയുന്ന പാഠഭാഗങ്ങളൊക്കെ ഒഴിവാക്കി വെച്ചുകൊണ്ട് പുതിയത് മാത്രം പഠിക്കുകയും അവസാന നിമിഷം വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് അറിയാവുന്ന ഭാഗങ്ങൾ പഠിച്ചു പോവുകയും ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഏറ്റവും സമയം എടുത്ത് പഠിച്ച ടഫായ ഭാഗങ്ങൾ പഠിക്കാനെടുത്ത് നിന്ന് കുറച്ച് ചോദ്യങ്ങൾ വന്നില്ലെങ്കിൽ നമുക്ക് നന്നായി അറിയാവുന്ന പാഠങ്ങൾ എഴുതാൻ കഴിയാത്തൊരു അവസരം വരികയും കഷ്ടപ്പെട്ട് പഠിച്ച പുതിയ പാഠഭാഗങ്ങളിൽ ചോദ്യങ്ങൾ കുറയുകയും ചെയ്താൽ നമുക്ക് സമ്മർദ്ദം ഉണ്ടാവാനുള്ള സാധ്യത പരീക്ഷാ സമയത്ത് കൂടുതലാണ്. അപ്പൊ റിവിഷൻ എങ്ങനെ കാര്യക്ഷമമാക്കാം? ഒരുപാട് സമയം പഠിച്ചുകൊണ്ടേയിരിക്കാതെ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാനും ദിവസേനയുള്ള ടൈം ടേബിളിൽ സമയം കണ്ടെത്തുക. കാരണം പല കുട്ടികളും സമയം കുറച്ച് കണ്ടെത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പഠിച്ച് തീർത്തു പോവുക. അപ്പൊ എന്നിട്ട് ആളുകളോട് ഷെയർ ചെയ്യുമ്പോൾ പറയാം, ഞാൻ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സമയം നമ്മൾ അതിനു വേണ്ടി കൊടുക്കണം. ദിവസം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കാതെ റിവിഷനും നമ്മൾ സമയം എടുക്കണം. ഇനി ഈ റിവിഷൻ എങ്ങനെ ആവണം? അതായത് പഠിച്ച ഭാഗങ്ങൾ റിവിഷൻ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള മാതൃകാ ചോദ്യ പേപ്പറുകളൊക്കെ ഉപയോഗിക്കാം. ഞാൻ മാതൃകാ ചോദ്യ പേപ്പറുകൾ എന്ന് പറയുന്നത് ഇപ്പൊ +1 +2 സംബന്ധിച്ച് സിലബസിൽ വലിയ മാറ്റം ഇല്ലാത്തതുകൊണ്ട് പഴയ ചോദ്യങ്ങളൊക്കെ ആശ്രയിക്കാം. 10ാം ക്ലാസ്സിൽ ഇപ്രാവശ്യം സിലബസ് മാറിയതുകൊണ്ട് തന്നെ പഴയ ചോദ്യങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം സ്റ്റേറ്റ് സിലബസിലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി മാതൃകാ ചോദ്യങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, അധ്യാപകർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, അധ്യാപകർ നിങ്ങൾക്ക് അതിന്റെ ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ടാവും. അത്തരം ചോദ്യങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ തൊടാതിരിക്കരുത്. കാരണം നമ്മൾ പഠിച്ച ഭാഗം റിവിഷൻ ചെയ്യുമ്പോൾ ആ ഭാഗത്തുനിന്നുള്ള ചോദ്യങ്ങൾക്ക് പുസ്തകം നോക്കാതെ തന്നെ ഉത്തരം കണ്ടെത്താൻ കഴിയുന്നുണ്ട് എന്ന് ഉറപ്പിക്കുമ്പോഴാണ് അത് പരീക്ഷയ്ക്ക് വന്നാലും എനിക്ക് എഴുതാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഞാനിത് ഈ ഫ്ലെയറിൽ തന്നെ ഉൾപ്പെടുത്തിയത്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ദിവസങ്ങൾ വളരെ കുറവാണ്. ഇനി നമ്മൾ സ്മാർട്ട് സ്റ്റഡിയാണ് വേണ്ടത്. ഹാർഡ് വർക്കിനേക്കാൾ വേണ്ടത് സ്മാർട്ട് വർക്കാണ്. ആ സ്മാർട്ട് വർക്ക് എങ്ങനെ പോകണം എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു നറേഷനാണ് ഞാനിവിടെ തന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കൂ, ടൈം ഇൻഡ്യൂസ്ഡ് സ്ട്രെസ്. ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും പറയുന്ന ഒരു സമ്മർദ്ദം, അവർക്ക് ഈ സമയം ഒരുപാട് ടെൻഷൻ കൊടുക്കുന്നു. കാരണം ഒന്നാമത്തെ കാര്യം, സമയം കയ്യിലില്ല. ഉറപ്പാണ് ടൈം ടേബിൾ വെച്ച് പഠിക്കാത്ത കുട്ടികളെ സംബന്ധിച്ച് സമയ വിനിയോഗത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോ സമയം എത്രമാത്രം ഉണ്ട് കയ്യിൽ നിന്ന് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ടൈം ടേബിൾ വെച്ച് നമ്മൾ എത്ര പഠിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാത്ത കുട്ടികൾ, ടൈം ടേബിൾ ഇല്ലാതെ പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യും? മാറ്റി വെക്കുക, അല്ലെങ്കിൽ പ്രൊക്രാസ്റ്റിനേഷൻ ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. നാളെ ആവട്ടെ, മറ്റന്നാളാവട്ടെ, പരീക്ഷയുടെ തലേദിവസം സമയമുണ്ടല്ലോ. എന്താ വെച്ചാൽ നമ്മുടെ മനസ്സ് വ്യാകുലപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിന് എടുക്കുന്ന ഒരു റിഫ്ലക്ഷനാണ്. ഒരു ഉത്തരം കൊടുക്കുക മനസ്സിന്. അത് ഇന്ന സമയത്ത് പഠിക്കാലോ, നാളെയും ദിവസം ഉണ്ടല്ലോ, മറ്റന്നാളും സമയം ഉണ്ടല്ലോ എന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ സ്വയം ഒന്ന് ആശ്വസിപ്പിക്കുന്നതാണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന രീതി പരീക്ഷ അടുപ്പിച്ചിട്ടുണ്ടാകും. അതുപോലെ പ്രശ്നം പെർഫെക്ഷനിസ്റ്റുകൾക്കാണ്. പെർഫെക്ഷനിസ്റ്റുകൾ എന്ന് വെച്ചാൽ പഠിച്ചാൽ അവർക്ക് തൃപ്തി വരില്ല. വീണ്ടും 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 ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. എന്താ കാര്യം? പഠന രീതിയിൽ പ്രശ്നം ഉണ്ടാവും. ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ ചോദ്യ പേപ്പറുകളൊന്നും വെച്ച് പഠിക്കുന്നുണ്ടാവില്ല. അവർ ബൈഹാർട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ പുസ്തകം അടച്ചു വെച്ച് കാണാപ്പാഠം പഠിക്കുകയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അതിന് ആൻസർ കണ്ടെത്താനൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ പഠിച്ചു എന്ന് ബോധ്യപ്പെടാൻ നമുക്ക് പറ്റും. അപ്പൊ ഈ രീതിയിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാവുന്ന കുട്ടികൾക്കാണ് പെർഫെക്ഷനിസം വരുന്നതും
അവർ വീണ്ടും വീണ്ടും പഠിച്ച കാര്യങ്ങൾക്ക് കൂടുതൽ സമയം എടുത്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അവർക്ക് പുതിയത് പഠിക്കാൻ സമയം കിട്ടൂല, എല്ലാ കാര്യങ്ങളും പഠിച്ചെത്തിക്കാനുള്ള സമയം കിട്ടൂല, പഠിച്ച് തീരില്ല, കണ്ടന്റുകൾ വളരെ സ്ലോ ആയിട്ടായിരിക്കും അവർക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത. അടുത്ത ആളുകൾ ലാസ്റ്റ് മിനിറ്റ് ഹറി, അവസാന നിമിഷം ധൃതി പിടിച്ച് പഠിക്കുന്നവരാണ്. അവർക്കും സമയത്തിന്റെ സ്ട്രെസ് ഉണ്ടാവും. കാരണം എന്താ, സമയം കുറവായിരിക്കും, പഠിക്കാൻ ഒരുപാടുണ്ടാവും അല്ലെ. അങ്ങനെയുള്ള കുറെ കുട്ടികളെ കാണാറുണ്ട്. അതുവരെ ഈ ജൂൺ മാസം മുതൽ നമ്മൾ ജനുവരി ഫെബ്രുവരി മാസം വരെ ഒരുപാട് സമയം കളഞ്ഞു. അധ്യാപകരൊക്കെ ഉപദേശിച്ചിട്ടുണ്ടാവും, രക്ഷിതാക്കൾ പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ അതൊന്നും കേട്ടില്ല. ചിലപ്പോൾ ഫോൺ അഡിക്ഷൻ കൊണ്ട് ഒരുപാട് സമയം പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവർ കാലങ്ങളായിട്ട് ശീലിച്ചു വന്ന ഒരു രീതി പരീക്ഷയുടെ തലേ ദിവസം പഠിക്കുന്ന ഒരു രീതിയായിരിക്കും. അതും ഒരു ലാസ്റ്റ് മിനിറ്റ് ഹറിയിലേക്ക് പോകുമ്പോൾ അവർക്കും സ്ട്രെസ് കൂടാൻ സാധ്യതയുണ്ട്. അടുത്തൊരു വിഭാഗം ലിമിറ്റഡ് സോഴ്സ്, അതായത് ഓൾറെഡി സമയം കുറവുള്ളവർ, കാരണം പഠിക്കാൻ വേണ്ടി കുറഞ്ഞ സമയം മാത്രം മാറ്റി വെക്കുന്ന കുട്ടികൾ എന്നർത്ഥം. അതാണ് ലിമിറ്റഡ് സോഴ്സ്. കാരണം അവർ ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ടാവുക ഫോണിലായിരിക്കാം, ഫ്രണ്ട്സിന്റെ കൂടെ പുറത്ത് കറങ്ങുന്നതിലായിരിക്കാം, വീട്ടിലെ മറ്റു കാര്യങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് സത്യസന്ധമായിട്ട് സമാധാനത്തോടുകൂടി പഠിക്കാനുള്ള ഒരു സാവകാശവും ഒരു സാഹചര്യവും വീട്ടിൽ ഉണ്ടാവാത്ത പ്രശ്നമുണ്ടോ. അപ്പൊ അത്തരം കുട്ടികൾക്കും നല്ല ഒരു സമയം പഠിക്കാൻ വേണ്ടി കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഈ 4 വിഭാഗം കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും ടൈം ഇൻഡ്യൂസ്ഡ് സ്ട്രെസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അടുത്തൊരു ചോദ്യമാണ്, എങ്ങനെ നമ്മൾ സമയം മാനേജ് ചെയ്യും? അപ്പൊ സമയം മാനേജ് ചെയ്യുക എന്നുള്ളത് പരീക്ഷ എഴുതുമ്പോഴായാലും പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോഴായാലും പരീക്ഷയൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴായാലും പഠന സമയത്തായാലും നിങ്ങളൊരു പ്രൊഫഷണൽ ആവുമ്പോഴും ജോലിയിലേക്ക് എത്തുമ്പോഴൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾക്ക് എക്കാലത്തും ഉപയോഗപ്പെടുത്താവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ടൈം മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പൊതുവെ 3 തരത്തിലുള്ള അപ്രോച്ചുകളാണ് ടൈം മാനേജ്മെന്റ്. കാരണം സമയത്തിനെ കുറിച്ച് നമുക്കറിയാം, എല്ലാ ആളുകൾക്കും ഒരുപോലെ കിട്ടുന്ന ഒരു റിസോഴ്സ് ആണ് സമയം എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ പരീക്ഷ എഴുതാൻ എല്ലാ കുട്ടികൾക്കും അനുവദിക്കപ്പെടുന്ന സമയം ഒരേ സമയമാണ്. ചില ഡിസബിലിറ്റി കാറ്റഗറിയിൽ വരുന്ന കുട്ടികളല്ലാതെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങാനുള്ള സമയവും എല്ലാ കുട്ടികൾക്കും ഒരുപോലെയാണ്. സ്കൂൾ അവേഴ്സും ഒരുപോലെയാണ്. പക്ഷെ ആരാണോ ആ സമയം മനോഹരമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, ഒരുപാട് സമയം ഇരുന്ന് പഠിക്കുന്നവരല്ല കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നത്. എത്ര സമയമാണോ ഇരിക്കുന്നത് അത് ആരാണോ നന്നായി വിനിയോഗിക്കുന്നത്. അത് പഠനത്തിലായാലും പരീക്ഷ എഴുതുന്ന രീതിയിലായാലും. അതായത് എക്സാമിനേഷൻ ഹാളിൽ ആരാണോ ഏറ്റവും നന്നായി കിട്ടിയ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഉപയോഗിക്കുന്നത്, ടെൻഷനൊന്നും ഇല്ലാതെ അവനവൻ അറിയാവുന്നതൊക്കെ ആദ്യം എഴുതി, അറിയാത്തത് കണ്ടുപിടിച്ചൊക്കെ എഴുതി, ആരാണോ സ്മാർട്ടായിട്ട് എക്സാം ടൈം വിനിയോഗിക്കുന്നത് അവർ നല്ല വിജയം നേടാറുണ്ട്. അതുപോലെ ചില കുട്ടികളെ പഠന രീതി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സമയം ഇരുന്ന് പഠിക്കുന്നുണ്ടാവും, പക്ഷെ പഠിക്കുന്നതൊന്നും ഓർമ്മശക്തിയിൽ കയറണമെന്നില്ല. അപ്പൊ അവരിയ്ക്കുന്ന സമയവും വേസ്റ്റാണ്, പഠിക്കുന്ന രീതിയും പ്രശ്നമാണ്. അപ്പൊ ഞാൻ ഈ അപ്രോച്ചുകളെ കുറിച്ച് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ആദ്യത്തെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഡെയിലി കിട്ടാവുന്ന സമയം കൂട്ടുക, ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് അവൈലബിൾ ടൈം ഈച്ച് ഡേ. അപ്പൊ ആ അവൈലബിൾ ടൈം കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എന്തിനൊക്കെയാണ് ആവശ്യമില്ലാതെ സമയം കളയുന്നത് എന്നത് പരിശോധിക്കണം. അത് ഫോണിലാവാം, ഉറക്കത്തിനാവാം, അല്ലെങ്കിൽ വെറുതെ സംസാരിച്ച് സമയം കളയുന്നതാവാം, അല്ലെങ്കിൽ പുറത്ത് കറങ്ങിയിട്ടാവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം ചാറ്റ് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ ഇടപെട്ടിട്ടൊക്കെ ആവാം. രണ്ടാമത്തെ അപ്രോച്ച്, അപ്പോൾ കിട്ടാവുന്ന സമയം പരമാവധി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ടൈം മാനേജ്മെന്റിലെ ആദ്യത്തെ അപ്രോച്ച്. രണ്ടാമത്തെ അപ്രോച്ച് എന്താ? ഇങ്ങനെ കിട്ടുന്ന സമയത്ത് മാക്സിമം വർക്ക് ചെയ്ത് തീർക്കുക. അതായത് പാക്ക് യുവർ സെൽഫ് മാക്സിമം. അതായത് കിട്ടാവുന്ന സമയത്ത് പരമാവധി ചെയ്യുക. കാരണം നമുക്ക് അറിയാൻ പറ്റില്ല നാളെ നമ്മൾ ഒരുക്കി വെച്ച സമയം എങ്ങനെ പോകും. ഒരു പക്ഷേ നമുക്കൊരു ജലദോഷം വരാം, അല്ലെങ്കിൽ ഒരു തലവേദന വരാം, അല്ലെങ്കിൽ വയറിനൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ ഈ പരീക്ഷയുടെയൊക്കെ തലേ ദിവസം പഠിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്നവർക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ തളരാൻ പോകുന്നത്. കാരണം ആ സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ പരീക്ഷ വെള്ളത്തിലാവും. അപ്പൊ രണ്ടാമത്തെ അപ്രോച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കിട്ടുന്ന സമയത്ത് വേസ്റ്റ് ആക്കാതെ പരമാവധി ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ അപ്രോച്ച് പറയുന്നത്, എല്ലാം ചെയ്തിട്ടും വളരെ കുറച്ച് സമയമേ അവൈലബിൾ ആയിട്ടുള്ളൂ എന്നുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയും, കിട്ടാവുന്ന സമയങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ ആദ്യം ചെയ്തു തീർക്കുക. അതിന് പ്രയോറിറ്റൈസേഷൻ എന്നാണ് നമ്മൾ പറയും. എന്നെ കേൾക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജീവിതത്തിൽ വിജയങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ കൃത്യമായി നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്താൽ മതി. 3 കാര്യങ്ങൾ വെച്ചാൽ, പരമാവധി സമയം അവൈലബിൾ ആക്കുക, അവൈലബിൾ ആവുന്ന സമയത്ത്
പരമാവധി വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള ചെയ്തു തീർക്കുക. ഇനി നിങ്ങളുടെ കൺസ്ട്രെയിൻസ് കൊണ്ട്, സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന സമയം വളരെ കുറവാണെങ്കിൽ ആ കിട്ടുന്ന സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം ചെയ്തു തീർക്കാൻ ശ്രദ്ധ കൊടുക്കുക. ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ടൈം മാനേജ്മെന്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ. അപ്പൊ ഞാൻ ആ സമയത്തിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇനിയുള്ള സമയം വളരെ പ്രധാനമാണ്. ഇതുവരെ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള നിരാശയുള്ള ചില കുട്ടികളെ കാണാറുണ്ട്. അങ്ങനെയുള്ള നിരാശയുടെ ഒന്നും ആവശ്യമില്ല. കാരണം ഇതുവരെ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന തോന്നൽ നമുക്കൊന്നും തരുന്നില്ല, അല്ലേ? രണ്ടാമത്തത്, നമ്മളുടെ സമയം എവിടെയൊക്കെയാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളത് തിരിച്ചറിയുക. സൗഹൃദങ്ങളിലാണോ, മടി പിടിച്ചിരുന്നിട്ടാണോ, താല്പര്യക്കുറവാണോ, TV, ഫോൺ, സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ ഓൺലൈൻ ഗെയിമിംഗ്, അല്ലെങ്കിൽ വീട്ടിലുള്ള ശാന്തമില്ലാത്തൊരു പശ്ചാത്തലമാണോ? ആ പശ്ചാത്തലമൊക്കെ ഒരുക്കി കൊടുക്കുന്നതിൽ രക്ഷിതാക്കൾക്ക് വലിയൊരു പങ്കുണ്ട് കേട്ടോ. കാരണം ഇനിയെങ്കിലും കുട്ടികൾ പഠിക്കുന്ന സമയത്ത് വീടുകളിൽ കമ്പയർ ചെയ്യാതിരിക്കുക. വലിയ പ്രഷറാണ്. കാരണം ഓരോ കുട്ടിയും ഡിഫറൻ്റാണ്. ഞാൻ രക്ഷിതാക്കൾക്ക് വേണ്ടി കുറച്ച് കാര്യം പറയട്ടെ. ഓരോ കുട്ടിയും ഡിഫറൻ്റാണ്. ഓരോ കുട്ടിയും അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ ഡിഫറൻ്റ്. ഓരോ കുട്ടിയും പരീക്ഷയെ നേരിടുന്ന സാഹചര്യങ്ങളും അവരുടെ അപ്രോച്ചും ആറ്റിറ്റ്യൂഡും ഡിഫറൻ്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഓരോ കുട്ടിയെയും മറ്റു കുട്ടികളായിട്ട് കമ്പയർ ചെയ്യുന്നത് ശരിയായൊരു കാര്യമല്ല. അവരുടെ സമ്മർദ്ദം കൂടുകയുള്ളൂ. കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഒന്നും ഇനിയുള്ള ദിവസങ്ങൾ അവർക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ രക്ഷിതാക്കൾ, എന്നെ കേൾക്കുന്ന രക്ഷിതാക്കൾ ഇനി എടുക്കേണ്ട ഒരു സ്റ്റാൻഡ്, ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലാപ്പ്. അവർ ഓടി തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു ഫൈനൽ ലാപ്പിൽ എങ്ങനെ ഓടുന്നു എന്നുള്ളതല്ല. അപ്പൊ അവിടെ നമ്മൾ ചിരിക്കുക, അവരോട് സന്മനസ്സോടുകൂടി പെരുമാറുക, അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ ഒരുക്കി കൊടുക്കുക, അവർക്ക് ടെൻഷൻ വരുമ്പോൾ ഒന്ന് കൂടെ ഇരുന്നു കൊടുക്കുക. വിലയിരുത്താൻ ഒന്നും നിങ്ങൾ പോകണ്ട. കാരണം അവരുടെ പഠന രീതി ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. മറ്റു കുട്ടികളൊക്കെ നന്നായി പഠിക്കുന്നുണ്ടല്ലോ, നിനക്ക് മാത്രം എന്താ കുഴപ്പം എന്ന ഡയലോഗ് പൂർണ്ണമായി ഒഴിവാക്കുക ഇനിയുള്ള സമയത്ത്. കാരണം മറ്റു കുട്ടികളെ പോലെ അല്ല നിങ്ങളുടെ കുട്ടികൾ എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. രണ്ടാമത്തെ കാര്യം, വീടുകളിൽ അസ്വാഭാവികമായ സന്ദർഭങ്ങൾ ഒഴിവാക്കുക. വഴക്കുകള്, കൂടുതൽ ഇപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും കൂടുതൽ കുട്ടികളുമായിട്ട് അത് ഷെയർ ചെയ്യാതിരിക്കുക, അവരെ അതിൽ ഏർപ്പെടുത്താതിരിക്കുക. നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രയാസങ്ങൾ രക്ഷിതാക്കൾക്ക് ഉണ്ടാവാം. കാരണം ഇപ്പോ അത്തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും കുട്ടികൾക്ക് കൊടുക്കേണ്ട സമയമല്ല. അറ്റ്ലീസ്റ്റ് ഒരു March 30 അവർ ഈ പരീക്ഷ എഴുതി കഴിയുന്നത് വരെ പരമാവധി അവരറിയാതെ നിങ്ങളുടെ പ്രശ്നങ്ങൾ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി രക്ഷിതാക്കൾ ശ്രമിക്കുക. പിന്നെ നന്നായി പഠിക്കുന്ന ദിവസം അവരെ ഒന്ന് അഭിനന്ദിക്കുക. അവർക്കതൊരു ഭയങ്കര കാര്യമായിരിക്കും. ഇന്ന് നീ നന്നായി പഠിച്ചല്ലോ, വെരി ഗുഡ്, ഒരുപാട് സന്തോഷമായി അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക്, നിനക്ക് പറ്റുവാടാ, നീ നന്നായി ചെയ്യുന്നുണ്ട്, നിനക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ചില ഡയലോഗുകൾ ഇടയ്ക്കിടെ നമ്മളുടെ അടുത്തുനിന്ന് സന്ദർഭോചിതമായി വരണം. അല്ലാതെ വെറുതെ വന്നിട്ട് കാര്യമില്ല. സന്ദർഭോചിതമല്ലാതെ വന്നാൽ കുട്ടികൾ അവരെ പരിഹസിക്കുന്നതായിട്ടോ കളിയാക്കുന്നതായിട്ടോ ഒക്കെ ചിലപ്പോൾ എടുത്തേക്കാം. ഇനി പഠിക്കാൻ കൃത്യമായ ടൈം ടേബിൾ വേണം. അതിനി ഇപ്പോഴല്ല പറയേണ്ടത്, ശരിക്കും മാസങ്ങൾക്ക് മുമ്പേ ഞാൻ പറയാറുള്ള കാര്യമാണ്. ഇനിയെങ്കിലും അവനവന്റെ കഴിവനുസരിച്ച് ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ പഠനവും മറ്റെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി സ്വയം ഒരു സമയക്രമം രൂപീകരിക്കുക. ഞാൻ നേരത്തെ തുടക്കത്തിലേയുള്ള സ്ലൈഡ് ഞാൻ പറഞ്ഞു, ഉറങ്ങുന്ന സമയം കൃത്യമാക്കാം. 7-8 മണിക്കൂർ കൃത്യമായി ഉറങ്ങുക. നല്ല ഉറക്കം നല്ല ഓർമ്മശക്തിക്ക് പ്രധാനമാണ്. ഇനി പരീക്ഷ എഴുതേണ്ട സമയം, എനിക്കറിയില്ല, നിങ്ങളുടെ ഓരോരുത്തരുടെ ടൈമിങ് വ്യത്യാസമായിരിക്കാം. ചിലർക്ക് രാവിലെ ആയിരിക്കാം പരീക്ഷ, ചിലർക്ക് ഉച്ചയ്ക്കായിരിക്കാം. അവിടെ നിങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആവണം. അവിടെ പരമാവധി മാതൃകാ ചോദ്യങ്ങൾ കണ്ടെത്തി ഉത്തരം എഴുതാനും അല്ലെങ്കിൽ ഉത്തരം പറഞ്ഞു നോക്കാനോ ഉത്തരം എഴുതി നോക്കാനൊക്കെ ഒരു സമയം കണ്ടെത്തുക. അപ്പോഴാണ് ഒരു എക്സാം മോഡ് അറിയാതെ നിങ്ങളുടെ ബ്രെയിനിൽ ഓൺ ആവുന്ന നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇത് നിങ്ങളെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് പരീക്ഷാ ഹാളിലായിരിക്കും, ഈ ഒരു ശീലം. കാരണം എൻ്റെ അടുത്ത് പല വിദ്യാർത്ഥികളും പറയാറുണ്ട്, സാർ പരീക്ഷാ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ബോറടിയാണ്, പെട്ടെന്ന് ഉറക്കം വരുന്നു, കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നടക്കാത്ത പോലെ തോന്നുന്നു, അല്ലാതെ സമ്മർദ്ദം വരുന്നു, ബോറടിക്കുന്നു, എഴുതാൻ തോന്നുന്നില്ല, അറിയാവുന്ന ചോദ്യങ്ങൾ തന്നെ നന്നായിട്ട് എഴുതി തീർക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കുട്ടികൾ പറയാറുണ്ട്. അതിനുള്ള ഒരു പ്രാക്ടീസ് കൂടിയാണ് പരീക്ഷ എഴുതേണ്ട സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻ പേപ്പറുകൾ വെച്ച് എഴുതി നോക്കുക ഓരോ ചാപ്റ്ററിന്റെ. ഇനി നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞു ലൈഫിൽ പ്രയോറിറ്റൈസേഷന്റെ ഇമ്പോർട്ടൻസ്, അല്ലെ, പ്രാധാന്യം, ഏതൊക്കെ കാര്യങ്ങൾക്ക് ആദ്യം പ്രാധാന്യം കൊടുക്കണം. ഇത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചെയ്തു നോക്കിയാൽ മതി. അതായത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ പൊതുവെ നമ്മൾ 4 ക്വാഡ്രന്റുകളാക്കി തിരിക്കും. ഇത് നിങ്ങൾക്ക് കാണാൻ അറിയാം. നിങ്ങൾ വേണമെങ്കിൽ ഇതൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചോളൂ.
അതായത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഇമ്പോർട്ടൻസ്, നോട്ട് ഇമ്പോർട്ടൻസ്, അർജൻസി ആൻഡ് നോട്ട് അർജൻസി. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പഠിക്കുക പഠിക്കുക പഠിക്കുക, അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് നമ്മൾ തന്നെ ചെയ്യുകയും വേണം. ഡു ഇറ്റ് ourselves. സെക്കൻഡ് ക്വാഡ്രന്റ് നിങ്ങൾക്ക് അറിയാം, നോട്ട് അർജന്റ് ബട്ട് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ അത് വിട്ടുകളയേണ്ട കാര്യമല്ല, വരാനിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനാണ് പ്ലാനിങ് ആവശ്യമുണ്ട് എന്ന് പറയും. നമ്മുടെ ലൈഫിൽ ഉണ്ടാവും ഇങ്ങനെ കുറെ കാര്യങ്ങൾ. നാളെയോ മറ്റന്നാളോ ഒന്നും സംഭവിക്കേണ്ടതല്ല, അല്ലെങ്കിൽ ഒരു 5 ദിവസം കഴിഞ്ഞ് വരാനിരിക്കുന്ന പരീക്ഷ അല്ലെ, അതിനെ നേരിടാൻ നമുക്ക് ഏറ്റവും വേണ്ട എന്താ? പ്രയോറിറ്റൈസേഷനിൽ പ്ലാനിങ് ആണ് വേണ്ടത്. ഇനി മൂന്നാമത്തെ ക്വാഡ്രന്റ് നിങ്ങൾ നോക്കൂ, അർജന്റ് ബട്ട് നോട്ട് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ എമർജൻസി ആയിട്ട് ഒരു കാര്യം ചെയ്യേണ്ടതായിരിക്കാം, പക്ഷെ അത് നമ്മൾ തന്നെ ചെയ്യണമെന്ന് വാശി പിടിക്കേണ്ട ആവശ്യമില്ല. പല കുട്ടികളും ഞാൻ കാണാറുണ്ട്, ഇപ്പൊ സപ്പോസ് ഒരു നോട്ട് വാങ്ങിക്കണം പഠിക്കാൻ വേണ്ടി, ഒരു ദിവസം മുഴുവൻ മെനക്കെടുത്തി ആ നോട്ട് വാങ്ങിക്കാനും ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനും സംഘടിപ്പിക്കാനും വേണ്ടി കുട്ടികൾ തന്നെ തിരിഞ്ഞു നടക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഇപ്പൊ കാലത്ത് കാണാം. അത് വേണമെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കളെയോ സഹോദരങ്ങളെയോ ഏൽപ്പിക്കുക. വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാത്ത സഹോദരങ്ങളെയൊക്കെ ഏൽപ്പിക്കുക, അവരുടെ സഹായം തേടാം. ദാറ്റ് ഈസ് കോൾഡ് ഡെലിഗേറ്റിംഗ്. ഇനി നാലാമത്തെ ക്വാഡ്രന്റ് വെരി ഇമ്പോർട്ടന്റ്, നോട്ട് അർജന്റ് നോട്ട് ഇമ്പോർട്ടന്റ്. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പം 2020 ലോകകപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, വേൾഡ് കപ്പ് ക്രിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇനി ISL-ഉം ഇതൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ IPL-ഉം ഒക്കെ വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന്റെയൊക്കെ ഡേറ്റ് വരെ ഒരു പക്ഷേ പരീക്ഷയുടെ തലേ ദിവസം സെമി ഫൈനലോ ഫൈനലോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പരീക്ഷയുടെ തലേ ദിവസം ഫൈനൽ കാണുക എന്നുള്ളത് എലിമിനേറ്റ് ഇറ്റ്. അത് അതിന്റെ റെക്കോർഡിങ്സും അതിന്റെ ഹൈലൈറ്റ്സും ഒക്കെ നമുക്ക് കിട്ടും. പക്ഷെ പരീക്ഷ ഈ വർഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മാറ്റിവെക്കേണ്ട ചില കാര്യങ്ങൾ മാറ്റിവെക്കാൻ വേണ്ടി നമ്മൾ കറേജസ് ആവണം. അതുപോലെ അർജൻസി കണ്ടെത്തണം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, പ്ലാനിങ്ങോട് കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങണം. നമ്മൾ തന്നെ ചെയ്യണമെന്ന് വാശി പിടിക്കാത്ത ചില കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് അവൈലബിൾ ആയ, ഞാൻ നേരത്തെ പറഞ്ഞ ആ സിദ്ധാന്തത്തിൽ നമുക്ക് അവൈലബിൾ ആവുന്ന സമയത്തിന്റെ അളവ് കൂടുന്നതും സ്മാർട്ട് വർക്ക് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യാനും വേണ്ടി പറ്റുന്നത്. ഇനി ഇതൊന്നും ശരിയായി നടക്കാത്ത കുട്ടികളിലാണ് എക്സാം ആങ്സൈറ്റി എന്ന് പറയുന്ന, അതായത് പരീക്ഷ അനുബന്ധിച്ചുണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, എക്സാം ആങ്സൈറ്റി സിൻഡ്രോം, സ്റ്റൊമക് അപ്സെറ്റ് ആവാം, വൊമിറ്റിംഗ് ടെൻഡൻസി വരാം, വയറ് വിഷയങ്ങൾ ഉണ്ടാവാം, അതുപോലെ ഉറക്കക്കുറവ്, ക്ഷീണം, മെമ്മറി കുറഞ്ഞു പോകുന്നതായിട്ട് തോന്നുക, വിശപ്പില്ലാതാവുക, അല്ലെങ്കിൽ ചില കുട്ടികൾ വല്ലാതെ ഭക്ഷണം കഴിക്കും സ്ട്രെസ്ഡ് ഔട്ട് ആവുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ അസുഖങ്ങൾ കീഴ്പ്പെടുത്തുക, നെർവസ് ആവുക, കോൺഫിഡൻസ് ലെവൽ കുറയുക, പഠിക്കുമ്പോൾ തന്നെ കോൺസെൻട്രേഷൻ കിട്ടാതെ വരിക, അവനവനെ കുറിച്ച് തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ഇമേജസ് ക്രിയേറ്റ് ചെയ്യുക, മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ചില സമയത്ത് അതിന്റെ എക്സ്ട്രീം ആണ് ഈ പറഞ്ഞിരിക്കുന്ന സൂയിസൈഡൽ ടെൻഡൻസിയോ ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങളിൽ കുട്ടികൾ പോവുക, അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻസ് കുറയുക. ഈ രീതിയിലുള്ള ഒരു ഡൈവേർട്ടഡ് ബിഹേവിയർ പലപ്പോഴും പല കുട്ടികളിലും നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഒന്നും കടന്നു പോകാത്ത കുട്ടികളിലാണ് ഇതിന് സാധ്യത കൂടുതൽ. അപ്പൊ രക്ഷിതാക്കൾ ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ പരീക്ഷ അടുപ്പിച്ച് കുട്ടികളെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇതൊക്കെ നമ്മുടെ ചെറിയ ആങ്സൈറ്റിയുടെയും ഭയത്തിന്റെയും ഫിയറിന്റെയും ഒക്കെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. അപ്പൊ അവിടെ പ്രാഥമികമായ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ പാരന്റ്സോ അധ്യാപകരോ ആണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നില്ലെങ്കിൽ മെഡിക്കൽ അഡ്വൈസ് തേടുക, മരുന്ന് വേണ്ടിടത്ത് മരുന്ന് വേണ്ടി വരും, കൗൺസിലിംഗ് വേണ്ട സ്ഥലത്താണ് കൗൺസിലിംഗ് വേണ്ടി വരും. കാരണം കുട്ടികളെ ബോധ്യപ്പെടുത്താനേ പറ്റുള്ളൂ. കാരണം സമയം കുറവ്, അവർക്ക് കപടമായ വിശ്വാസങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല. സമയം കുറവാണെങ്കിൽ കുട്ടികൾക്ക് സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞു കൊടുക്കണം. പരമാവധി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഊന്നി പഠിക്കുക, കിട്ടാത്തതിനെ ഓർത്ത് വിഷമിക്കാതിരിക്കുക. പരീക്ഷ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല, ഓരോ ആളുകൾക്കും പരീക്ഷയിലെ പെർഫോമൻസ് വ്യത്യാസം വരും എന്നൊക്കെയുള്ള ഒരു അഷ്വറൻസ് തോട്ടുകളാണ്, ചിന്തകളാണ് കുട്ടികൾക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെയുള്ള സിംറ്റംസ് കുട്ടികൾ കാണുമ്പോൾ അവരെ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ അവരെ നിരാശപ്പെടുന്ന രീതിയിൽ മറ്റു കുട്ടികളുമായി താരതമ്യപ്പെടുത്തുകയോ വളരെ കേഴ്സ് ചെയ്യുന്ന രീതിയിൽ അവരോട് ചില വാക്കുകൾ ഉപയോഗിക്കുന്നതൊന്നും ഫലം കാണില്ല. അത് ഗുണത്തെക്കാളേറെ അനുഭവങ്ങളിലൂടെ മനസ്സിലായത് വളരെ മോശമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളെയും അതുവഴി നമ്മുടെ ഫാമിലി മൊത്തം ഇങ്ങനെയുള്ള പ്രയാസത്തിലേക്ക് കടന്നു പോകാനുള്ള സാധ്യത. അതുകൊണ്ടാണ് ഞാൻ ഈ പേജ് പാരന്റ്സിനോട് തന്നെ പറയുന്നത്, ഇത്തരം സിംറ്റംസ് നിങ്ങളുടെ കുട്ടികളിൽ കാണുകയാണെങ്കിൽ വളരെയധികം ജാഗ്രത നിങ്ങൾ പുലർത്തണം. അവിടെ ചീത്ത പറയലോ വഴക്കിടലോ അല്ല. ഇനി പരീക്ഷയുടെ തലേ ദിവസം ഒരു കുട്ടിയെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം, ദ ഡേ ബിഫോർ ദ എക്സാമിനേഷൻ. ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. അതായത് പരീക്ഷയുടെ തലേ ദിവസം ചില കുട്ടികൾ ഇങ്ങനെ
കുത്തിക്കയറ്റി പഠിക്കുന്നതൊക്കെ കാണാൻ പറ്റും. അവര് മിണ്ടാനും പുറത്തു പോവാനും ഒന്നിനും തയ്യാറാവാതെ പുസ്തകത്തിന്റെ ഉള്ളിൽ വല്ലാതെ ബലം പിടിച്ചിരിക്കുന്ന കാണാറുണ്ട്. ശരിക്കും പരീക്ഷയുടെ തലേ ദിവസം വളരെ റിലാക്സ്ഡ് ആയിരിക്കണം കുട്ടികൾ, എങ്കിലേ നാളത്തെ പരീക്ഷ കോൺഫിഡന്റ് ആയിട്ട് എഴുതാൻ പറ്റും. അത് വളരെ വലിയ ഒരു അനുഭവമാണ്. ഇപ്പോൾ പലതരത്തിലുള്ള എക്സാമിനേഷൻസ് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഈ പരീക്ഷകളിലൊക്കെ മികച്ച വിജയം നേടുന്ന എല്ലാ കുട്ടികളുടെ അനുഭവം പറയുന്നത്, ഞാൻ തലേ ദിവസം വളരെ കൂളായിരുന്നു, വളരെ റിലാക്സ്ഡ് ആയിരുന്നു, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വെറുതെ ഒന്ന് മറിച്ചു നോക്കി, ഓടിച്ചു നോക്കി, അല്ലാതെ അടച്ചു വെച്ചിട്ട് തലേ ദിവസം ഓർമ്മ പരിശോധന നടത്തുകയല്ല. കാരണം തലേ ദിവസം നിങ്ങൾ അടച്ചു വെച്ച് പൂർണ്ണമായി പണ്ട് പഠിച്ചിരുന്ന പോലെ ബൈഹാർട്ട് പഠിച്ചിട്ടൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ സ്ട്രെസ്ഡ് ഔട്ട് ആവാൻ സാധ്യത. അപ്പൊ അത് നിങ്ങളുടെ നാളത്തെ പെർഫോമൻസിനെ സ്വാധീനിക്കും. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ബി കൂൾ, ബി കെയർഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. കാരണം പരീക്ഷയുടെ തലേ ദിവസം പഠിച്ചതല്ല നിങ്ങൾ നാളെ എഴുതാൻ പോകുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്ന് റിവൈസ് ചെയ്തിട്ട് അറിയാം എന്ന വിശ്വാസത്തോടു കൂടി പോവുക. കാരണം ഉറപ്പാണ് നിങ്ങളുടെ മെമ്മറി വർക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ താക്കോൽ എന്ന് പറയുന്നത്, അല്ലെ? നിങ്ങളെ മെമ്മറിയെ കുറിച്ച് ആലോചിച്ചു. നമ്മുടെ തലയിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കയറ്റി വെക്കുന്നുണ്ട്. 10 or 12 സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓരോ സബ്ജക്റ്റിലും 10 or 12 ചാപ്റ്ററുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ചാപ്റ്ററുകളൊക്കെ ഒരേ ബ്രെയിനിലാണ് നമ്മൾ അടുക്കി പെറുക്കി വെക്കുന്നത്. ഇതേ ബ്രെയിനും കൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും പരീക്ഷയ്ക്ക് പോകുന്നത്. അതിൽ നിന്നും ആ ക്വസ്റ്റ്യൻസിന്റെ ഉത്തരമടങ്ങിയിരിക്കുന്ന നമ്മുടെ മെമ്മറിയുടെ ചെറിയ അറകൾ തുറന്നു വരുന്നത് അത്ഭുതമുള്ളൊരു കാര്യമല്ലേ ശരിക്കും ആലോചിച്ചാൽ? ആ തുറക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന താക്കോലാണ്. നിങ്ങൾ പരീക്ഷാ പേപ്പറിൽ, ചോദ്യ പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന താക്കോൽ. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയാണ്, മെമ്മറി സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ചോദ്യങ്ങളിലൂടെയുള്ള പഠനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ മനസ്സിലായി നിങ്ങൾക്ക്? കാരണം നിങ്ങളുടെ പരീക്ഷാ സമയത്ത് നിങ്ങളുടെ മെമ്മറി വർക്ക് ചെയ്യുന്നത് ഒരു ലോക്ക് ആൻഡ് കീ മോഡൽ പോലെയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദ്യങ്ങൾ ബ്രെയിനിലേക്ക് എടുക്കുമ്പോഴാണ് ആ ഉത്തരമടങ്ങിയ ഫോൾഡർ, അല്ലെ? 10 or 12 സബ്ജക്ട് പഠിക്കുന്നു, ഓരോ സബ്ജക്റ്റിലും 10 വിഷയങ്ങൾ, അല്ലെ 10 ചാപ്റ്ററുകൾ പഠിക്കുന്നു, അല്ലെ? അതിന്റെ ഉള്ളിൽ നിന്ന് ആ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം പുറത്തു വരണമെങ്കിൽ യഥാർത്ഥത്തിൽ ആ ചോദ്യമാവുന്ന താക്കോൽ കൊണ്ട് തുറക്കുന്നത് നമ്മുടെ മെമ്മറിയുടെ ചെറിയ അറകളാണ്. അപ്പൊ ഈ ഒരു പ്രാക്ടീസ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന എങ്ങനെയുള്ള കുട്ടികൾക്കായിരിക്കും? നല്ലവണ്ണം ചോദ്യങ്ങളിലൂടെ പഠിച്ച ഭാഗങ്ങളിലെ കണ്ടുപോയ കുട്ടികൾക്കായിരിക്കും. ശരിയല്ലേ? അതുകൊണ്ടാണ് പഠിക്കുന്ന ദിവസം, ഇത് ഈ അവസാനം പറയല്ല, നിങ്ങൾ ഇനി ഭാവിയിലേക്കെങ്കിലും +1 +2 പഠിക്കുന്നുണ്ടെങ്കിൽ ജൂൺ മാസം മുതൽ നിങ്ങളുടെ അക്കാഡമിക് ഇയർ ആരംഭിക്കുന്ന തൊട്ട് നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കളാവേണ്ടത് ചോദ്യങ്ങളായിരിക്കണം. ഏത് ഭാഗം പഠിച്ചാലും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കണം, ഈ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചോദിക്കാം, ഈ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊന്നും എടുക്കട്ടെ. നിങ്ങൾ എന്തിനും ഏതിനും ChatGPT, Gemini ഒക്കെ ഉപയോഗിക്കുന്നവരല്ലേ AI പ്ലാറ്റ്ഫോം? നല്ല കാര്യങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിച്ചൂടെ? നിങ്ങളെ ചാപ്റ്ററിന്റെ പേര് പ്രോംപ്റ്റ് കൃത്യമായിട്ട് കൊടുക്കുക, സിലബസ് ഇന്ന സ്റ്റേറ്റ് സിലബസ്, +1 കെമിസ്ട്രി ചാപ്റ്റർ 2 ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ പോസിബിൾ ക്വസ്റ്റ്യൻസ് ഫ്രം ദ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു 10-20ഓളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടും. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര വേണം പ്രോംപ്റ്റ് കൊടുത്ത് അത്രയും ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ഇനി ഡീറ്റെയിൽഡ് ആൻസർ വേണേൽ അതും തരും, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ട് ചോദ്യങ്ങളിലൂടെയാണ് നമ്മുടെ കുട്ടികൾ സിലബസിനെ പഠിക്കുന്നതെങ്കിൽ ചോദ്യങ്ങളെ കുട്ടികൾ പേടിക്കില്ല. മാത്രമല്ല കുട്ടികളുടെ മെമ്മറി ഷാർപ്പായിട്ട് വർക്ക് ചെയ്യും. പക്ഷെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കഷ്ടം എന്താ? നമ്മുടെ കുട്ടികൾക്ക് ചോദ്യങ്ങൾ കണ്ടുള്ള പരിചയം വളരെ വളരെ കുറവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുക. രണ്ടാമത്തെ, പരീക്ഷയുടെ ദിവസം, ദ ഡേ ഓഫ് എക്സാമിനേഷൻ. ആ ദിവസം, തലേ ദിവസം നേരത്തെ ഉറങ്ങണം, എങ്കിലേ നമുക്ക് നേരത്തെ ഉണരാൻ വേണ്ടി പറ്റുള്ളൂ. ഒരുപാട് നേരത്തെ ഒന്നും ഉണരണ്ട. തലേ ദിവസം ഒരു 7-8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കണം. എന്താ ചെക്ക് ലിസ്റ്റ്? നാളെ പരീക്ഷയ്ക്ക് എന്തൊക്കെ കൊണ്ടുപോകണം. ഈ ചെക്ക് ലിസ്റ്റിൽ ആദ്യം തന്നെ വേണ്ടത് നിങ്ങൾക്ക് ഹാളിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഹാൾ ടിക്കറ്റ്, ഒരേ കളറിലുള്ള 2-3 പേനകൾ, അല്ലെ, പെൻസിൽ, റബ്ബർ, നിങ്ങൾക്ക് വരയ്ക്കാൻ ആവശ്യമായ കാര്യങ്ങൾ, ഇതൊക്കെ. വെള്ളത്തിന്റെ കുപ്പി കടത്തുമെങ്കിൽ, അലോ ചെയ്യുമെങ്കിൽ ട്രാൻസ്പെറന്റ് ആയ ഒരു വെള്ളത്തിന്റെ കുപ്പി. രക്ഷിതാക്കളെ ഓർമ്മപ്പെടുത്തുക, ഇറങ്ങും മുമ്പ് ഇത് മാത്രം ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. ഒരു ഓൾ ദി ബെസ്റ്റും കൂടി പറയാം. കാരണം ഞാൻ എപ്പോഴും കുട്ടികളോട് പറയും, പരീക്ഷയുടെ ദിവസം ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുക. എന്താ കാരണം? നമ്മൾ വളരെയധികം കഴിക്കാനൊന്നും തോന്നില്ല. ചില കുട്ടികൾ തീരെ കഴിക്കാതെ പോകും. അതും ശരിയല്ല. കാരണം നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ആവശ്യമായ ഗ്ലൂക്കോസ് എലിമെന്റ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തണം. അത് എത്തുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലൂടെ. തലേ ദിവസം കഴിച്ച ഭക്ഷണം പിന്നെ ഒന്നും രാവിലെ കഴിക്കാതെ പോകുന്ന ശീലം ഒരിക്കലും പാടില്ല. അന്ന് രാവിലെ ആവശ്യത്തിന് ആവിയിൽ
വേവിച്ചിട്ടുള്ള ഇഡ്ഡലിയോ അല്ലെങ്കിൽ നൂൽപുട്ടോ ഇടിയപ്പം പുട്ട് പോലെയുള്ള എളുപ്പം ദഹിക്കുന്ന വലിയ ഹെവി ആയിട്ടില്ലാത്ത എന്നാൽ ഗ്ലൂക്കോസ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. എണ്ണ പലഹാരങ്ങളും എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങളൊക്കെ പരീക്ഷാ ദിവസങ്ങളിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒഴിവാക്കാം. അതുപോലെ നേരത്തെ സ്കൂളിൽ എത്തുക, ഓടിക്കതച്ച് പോകരുത്. കാരണം വൈകി പോകുമ്പോൾ മറ്റു പല എക്സ്റ്റേണൽ പെർമിഷൻസ് എടുക്കേണ്ടി വരും. അതിന്റെ പേരിൽ ഒരുപാട് വാഗ്വാദങ്ങൾ നമ്മൾ നേരിടും. ഒരുപക്ഷെ നമ്മുടെ ഹാൾ ടിക്കറ്റ് മറന്നുപോയാൽ വീട്ടിൽ പോയി വീണ്ടും തിരിച്ചു വരും. നമ്മൾ ഫ്രഷ് ആയിരിക്കില്ല. കാരണം ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിരിക്കണം. അതുപോലെ പല കുട്ടികളും വൈകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അന്ന് രാവിലെ തകർത്തുള്ളൊരു പഠനമുണ്ട്. രാവിലെ എന്നിട്ട് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങാൻ ലേറ്റ് ആവും, കുളിക്കാൻ വൈകും. അതായത് നിങ്ങളോട് ഞാൻ പറയുന്നത് പരീക്ഷയുടെ 2 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങളെ ബ്രെയിനിനെ ഒന്ന് ശാന്തമാക്കി ഇടുക. കാരണം 2 മണിക്കൂർ നമ്മുടെ ബ്രെയിൻ ഓവറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ അന്ന് രാവിലെ ഹെവി ആയിട്ട് പരീക്ഷാ ഹാളിന്റെ പുറകിൽ നിന്നുകൊണ്ട് പഠിക്കുക, പരീക്ഷാ ഹാളിന്റെ പുറത്തു നിന്ന് പുസ്തകം വായിച്ച് പഠിക്കുക, ഇങ്ങനെയുള്ള പല കാഴ്ചകൾ നമുക്ക് കാണാം. ഇതൊക്കെ നമ്മളെ മനസ്സിനെ നമ്മളിങ്ങനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് പ്രാക്ടീസാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആ സമയത്ത് പഠിക്കുന്നൊന്നും നിങ്ങളുടെ മനസ്സിൽ കയറുന്നില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ മുമ്പേ പഠിച്ചാണ് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ വേണ്ടി പറ്റുക. അപ്പൊ രാവിലെ പരീക്ഷയുടെ ദിവസം ഒന്ന് ഫ്രീ ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. വല്ലാതെ കുത്തിക്കയറി അന്ന് രാവിലെ പഠിക്കാൻ നിൽക്കരുത്. ഇനി പരീക്ഷ കഴിയുമ്പോൾ മിക്ക കുട്ടികൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്കൊക്കെ പോകും. ഞാനിത് 2 രീതിയിലാണ് ഇതിനെ കാണുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എങ്ങനെയുള്ള കുട്ടികൾ? ഇനി അഥവാ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയാൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ, കുഴപ്പമില്ല, എനിക്ക് കിട്ടുന്നതിൽ ഞാൻ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ് എന്ന് വിചാരിക്കാൻ പറ്റുന്നവർക്ക് ഡിസ്കഷൻ ചെയ്യാം. അല്ലാത്തവര് ഒരു കാരണവശാലും ആ ഡിസ്കഷൻ ചെയ്യണ്ട എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾക്ക് 1 or 2 ചോദ്യം നന്നായി അറിയുന്നത് ചിലപ്പോൾ എഴുതാൻ കഴിഞ്ഞില്ലായിരിക്കാം, മറന്നുപോയിട്ടുണ്ടാവാം, വിട്ടുപോയിട്ടുണ്ടാവാം, ആൻസർ മാറിപ്പോയിട്ടുണ്ടാവാം. നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും, കൂടുതൽ ഇതിനെക്കുറിച്ച് അവെയർ ആവും. ഒരുപക്ഷെ നാളത്തെ പരീക്ഷയ്ക്ക് പുസ്തകം എടുത്തു വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ അയ്യോ ഞാൻ നന്നായി പഠിച്ചിട്ടും അതിന്റെ കാര്യം വിട്ടുപോയല്ലോ, എഴുതാൻ പറ്റില്ല എന്ന് നിരാശ വരും. അതൊരു പക്ഷേ നാളത്തെ പരീക്ഷയെ വരെ ബാധിച്ചേക്കാം. ഇന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് മാർക്കുകളിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ഷീറ്റിന്റെ കോപ്പി കിട്ടും. നിങ്ങൾക്ക് റീകൗണ്ടിങ്ങിനും റീവാലുവേഷനും ഒക്കെ കൊടുക്കാനുള്ള അവസരങ്ങൾ എല്ലാ എക്സാമിനേഷൻ കൺട്രോൾ ബോർഡ് ഒരുക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മാർക്കുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് പുനഃപരിശോധിക്കാനുള്ള അവസരം എല്ലാ കുട്ടികൾക്കും എല്ലാ എക്സാം കൺട്രോൾ ബോർഡും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ പരീക്ഷ നമ്മൾ ആൻസർ ഷീറ്റ് ഒക്കെ കെട്ടി കൃത്യമായിട്ട് അത് ഹാളിലെ ഇൻവിജിലേറ്ററെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി. പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടോ രക്ഷിതാക്കളുമായി ചർച്ച ചെയ്തുകൊണ്ടോ സങ്കടപ്പെട്ടതുകൊണ്ടോ നിരാശപ്പെട്ടതുകൊണ്ടോ എഴുതിയ ഉത്തരങ്ങൾ മാറാൻ പോകുന്നില്ല. ആലോചിക്കുക, അത് എഴുതപ്പെട്ടു. അതുപോലെ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ള, കുട്ടികൾ പരീക്ഷ എഴുതി വന്നാൽ ആകെ ചോദിക്കുക എങ്ങനെയുണ്ടായിരുന്നു, നീ പഠിച്ചതൊക്കെ എഴുതാൻ പറ്റിയോ, അത്രേ ചോദിക്കാറുള്ളൂ. കാരണം പഠിക്കാത്തതൊന്നും എഴുതാൻ പറ്റണമെന്നില്ല, അല്ലെ? അറിയാത്ത ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരാം, അപ്ലിക്കേഷൻ ലെവലിൽ വരാം. പഠിച്ച കാര്യങ്ങൾ എഴുതാൻ പറ്റിയോ, അത്രമാത്രം ചോദിച്ചാൽ മതി. ഇനി അഥവാ തിരിച്ചു വരുന്ന കുട്ടിയുടെ ഒരു മുഖഭാവം നിരാശയുള്ളതാണെങ്കിൽ നമ്മൾ രക്ഷിതാക്കൾ പറയേണ്ട, സാരമില്ലടാ അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കും, കുഴപ്പമില്ല, നിനക്ക് ടഫാണെങ്കിൽ എല്ലാവർക്കും ടഫായിരിക്കും, സാരമില്ല, അതിനെക്കുറിച്ച് വല്ലാതെ വ്യാകുലപ്പെടണ്ട എന്നൊരു കംഫർട്ട് ആയിട്ടുള്ള ഒരു കൺസോളിംഗ് ആയിട്ടുള്ള ഒരു ടച്ച് ആയിരിക്കണം പാരന്റ്സിന്റെ അടുത്ത് നിന്ന് വരേണ്ടത്. അല്ലാതെ കുട്ടി ഓൾറെഡി ഡിസപ്പോയിന്റഡ് ആയിട്ട് വരുമ്പോൾ വീണ്ടും ആ ചോദ്യങ്ങൾ എഴുതിയിട്ട് ആ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ചുകൊണ്ട് അവനെങ്ങനെ ചോദ്യം ചെയ്ത് ബ്രിമ്മിൽ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെ? ഭക്ഷണം കൊടുക്കുക, സാരമില്ല, അത് വിടും, അടുത്തത് നമുക്ക് പഠിക്കാം എന്നുള്ള രീതിയിലേക്ക് ഈസി ആയിട്ട് അതിനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്ത് കൊടുക്കാനും കൂടി രക്ഷിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കണം. നീ ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും നമ്മൾ പറയുന്നതാണ്. പരീക്ഷ എഴുതുമ്പോൾ ആദ്യ ഭാഗം വളരെ ഇമ്പോർട്ടന്റ്. ആദ്യ ഭാഗം എന്ന് വെച്ചാൽ കുട്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അല്ലെങ്കിൽ സബ്ജക്ട് കോഡ്, ഇങ്ങനെയൊക്കെ എഴുതേണ്ട ഒരു ഭാഗമുണ്ട്. ഇത് പല കുട്ടികളും ടെൻഷൻ കൊണ്ട് തെറ്റിച്ചെഴുതി, അല്ലെ? അപ്പോൾ ക്ലാസ്സിലുള്ള ഇൻവിജിലേറ്ററുമായിട്ട് ഇതിനെപ്പറ്റി ഒരു സംസാരം ഉണ്ടായി. ചിലപ്പം അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് പേജ് കൊണ്ടുവരേണ്ടി വരും, അതിനൊക്കെ സമയം എടുത്തേക്കാം. അപ്പൊ ഇതൊക്കെ നിങ്ങളെ സ്ട്രെസ് കൂട്ടുന്ന കുറച്ച് എലിമെന്റ്സ് പരീക്ഷാ ഹാൾ എന്ന് പറയും. അപ്പൊ അവിടെ നിങ്ങൾ ഒന്നും ചിന്തിക്കരുത്. നിങ്ങളുടെ ആൻസർ ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാഥമികമായ വിവരങ്ങൾ കൊടുക്കേണ്ട സമയമായി എന്ന് ഇൻവിജിലേറ്റർ പറയുന്ന പക്ഷം വളരെ നന്നായിട്ടൊന്ന് ഡീപ്പ് ബ്രീത്തിങ് ചെയ്ത് ദീർഘമായ ശ്വാസം അകത്തേക്ക് എടുത്ത് ഒന്ന് പുറത്തേക്ക് വിട്ട് കൂളായ ശേഷം അത് ഫില്ല് ചെയ്യാം. കാരണം ഇതിൽ നിങ്ങൾ തെറ്റുവരുത്തിയാൽ ഒരുപാട് പോളിസി പ്രോബ്ലംസ് അവിടെ ഉണ്ടാവും. കാരണം ചിലപ്പോൾ നിങ്ങളുടെ പേപ്പർ വിത്തൽഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ
നിങ്ങളുടെ റിസൾട്ട് തടഞ്ഞു വെക്കാം. അത് വീണ്ടും നിങ്ങൾ ഇടപെട്ടായിരിക്കാം പുറത്തേക്കൊക്കെ വരുന്നത്. അതൊക്കെ നമുക്ക് ടെൻഷൻ പിന്നീട് കൂട്ടും. അതുകൊണ്ട് ആ ഭാഗം പ്രോപ്പറായിട്ട് എഴുതുക, തെറ്റ് വരുത്താതെ. ശേഷം മതി ചോദ്യങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തേക്ക് കിടക്കാൻ. ഇനി ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ നിങ്ങൾ തന്നെ മാർക്കറ്റ് ചെയ്യുന്നു. ഇതാണ് യാഥാർത്ഥ്യം. എന്താ കാര്യം? പലപ്പോഴും പബ്ലിക് പരീക്ഷകളുടെയൊക്കെ ഒരു ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് ഇവാലുവേഷൻ ആയിരിക്കും. പഠിപ്പിക്കുന്ന അധ്യാപകരായിരിക്കില്ല, നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരായിരിക്കില്ല നിങ്ങളുടെ ആൻസർ ഷീറ്റുകൾ നോക്കുക. ഏതെങ്കിലും സ്ഥലത്തുള്ള അതേ വിഷയം കൈകാര്യം ചെയ്യുന്ന അധ്യാപകരായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ നല്ല കുട്ടിയാണ്, പഠിക്കുന്ന കുട്ടിയാണെന്ന് ആരെ ബോധ്യപ്പെടുത്തണം? ആ ഇൻവിജിലേറ്ററെ അല്ല, നിങ്ങളുടെ പരീക്ഷാ പേപ്പർ നോക്കുന്ന, ഉത്തര പേപ്പർ നോക്കുന്ന ഇവാലുവേറ്റർ ആയിട്ടുള്ള അധ്യാപകനെ ബോധ്യപ്പെടുത്തണം. അപ്പൊ ആദ്യം വൃത്തിയായിട്ട് എഴുതാനുള്ള ഒരു ശ്രമം, നന്നായി അറിയുന്ന ചോദ്യങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക. കാരണം ഇതൊരു വലിയ ടാസ്ക്കാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നന്നായി ഇരുന്ന് വായിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ചില കംഫർട്ട് സോൺ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം തെളിഞ്ഞു വരും. അത് വേണമെങ്കിൽ ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യുന്നൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആർക്കും മനസ്സിലാത്ത രീതിയിൽ പെൻസിൽ കൊണ്ടൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ആദ്യം എഴുതേണ്ടത്. അപ്പോൾ അതിനുശേഷം താഴേക്ക് ഏറ്റവും അവസാനത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് തീരെ അറിയാത്തതോ അല്ലെങ്കിൽ കംഫർട്ടബിൾ അല്ലാത്ത, എനിക്ക് അത്യാവശ്യം സ്ട്രോങ് അല്ലാത്ത ഏരിയാസ് എന്ന് വരുന്ന ചോദ്യങ്ങളെ അവസാനത്തേക്ക് മാറ്റി വെക്കുക. കാരണം ഇത് നിങ്ങൾ ആദ്യം തന്നെ എടുത്ത് എഴുതുമ്പോൾ ഒന്ന് നിങ്ങളുടെ പേപ്പറിന്റെ ഇംപ്രഷൻ നഷ്ടപ്പെടും. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. തുടക്കത്തിൽ എഴുതി എനിക്കൊരു സംതൃപ്തി വരുന്നില്ല, വെട്ടി. അല്ലെങ്കിൽ വീണ്ടും കുറച്ച് സ്ഥലം ബാക്കിയിട്ട് അടുത്ത ചോദ്യം എഴുതി, തിരിച്ചു വന്ന ആ സ്ഥലം മതിയാവാതെ വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള അസ്വാഭാവികമായ ഒരു എഴുത്തായിരിക്കും. അറിയാത്ത, കോൺഫിഡന്റ് അല്ലാത്ത ചോദ്യങ്ങൾ ആദ്യം എഴുതുമ്പോൾ നിങ്ങളെ ആൻസർ പേപ്പറിലേക്ക് വരാൻ സാധ്യത. ഇനി നന്നായി എഴുതുന്ന മാത്രം ആദ്യം എഴുതിയാൽ രണ്ടുണ്ട് കാര്യം. പരീക്ഷാ പേപ്പർ നോക്കുന്ന ആൾക്ക് തോന്നും ഈ കുട്ടി അത്യാവശ്യം കാര്യങ്ങൾ നന്നായിട്ട് ഗ്രഹിക്കാൻ കഴിവുള്ള കുട്ടിയാണ്, അത്യാവശ്യം ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ട്, ഒരു ആവറേജ് ആയിട്ടൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുള്ള തോന്നൽ ആദ്യമേ തന്നെ ആ ഇൻവിജിലേറ്റർ മനസ്സിലേക്ക് വരും. അവസാന ഭാഗത്തോട്ടായിരിക്കണം നിങ്ങൾക്ക് തീരെ അറിയാത്ത ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ വരേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ആൻസർ പേപ്പറിനെ കുറിച്ച് നല്ലൊരു ഇംപ്രഷൻ വരും. പലപ്പോഴും കുട്ടികൾ അറിയാത്ത ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ, ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ, എന്തൊക്കെയോ അറിയാവുന്നത് ഒരു ബന്ധവുമില്ലാത്ത എഴുതിയിടുന്നതും കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഇൻവിജിലേറ്റേഴ്സും അതുപോലെ തന്നെ പരീക്ഷാ പേപ്പർ നോക്കുന്ന അധ്യാപകരായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടാണ്. അപ്പൊ ആവശ്യമുള്ളത് മാത്രം എഴുതുക. കാരണം കീ പോയിന്റ്സ് അല്ലെങ്കിൽ വാല്യൂ പോയിന്റ്സ് വാല്യുവേഷൻ സെന്ററുകളിൽ കൊടുക്കും. ഈ വാല്യൂ പോയിന്റ്സ് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അതിന് പറ്റിയ മാർക്ക് വീഴുക. അല്ലാതെ നിങ്ങൾ അനവധി എഴുതി വെച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങൾ ആൻസറുകൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾ സമയം വെറുതെ നഷ്ടപ്പെടുത്തുന്നു. അത്ര ആലോചിച്ചാൽ മതി. അതുപോലെ എഴുതുന്ന കാര്യങ്ങൾ വാരി വലിച്ച് എഴുതാതെ ഒറ്റ നോട്ടത്തിൽ പരിശോധിക്കുന്ന ആൾക്ക് മനസ്സിലാവുന്ന വിധം ഹൈലൈറ്റ് ചെയ്ത് ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ ആയിട്ട് താഴെ പോയിന്റുകളൊക്കെ എഴുതുക. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്ലോ ചാർട്ടുകളോ ചിത്രങ്ങളോ ഒക്കെ സൈഡിൽ ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ട് നിങ്ങൾ അത് എഴുതിയിടുക. ഒരു ചോദ്യത്തിന്റെ ഉത്തരം എഴുതി കഴിഞ്ഞാൽ അടിയിലൊക്കെ വരച്ച് വൃത്തിയായിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം, നിങ്ങൾ ക്രമം തെറ്റിയായിരിക്കാം ചിലപ്പം ആൻസറുകൾ എടുത്തെഴുതുന്നുണ്ടാവാം. ഒന്നാമത്തെ ചോദ്യം ഒന്നും ആയിരിക്കില്ല ആദ്യം എഴുതുന്നുണ്ടാവാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ചോദ്യത്തിന് ഏത് നമ്പറാണോ കൊടുത്തിരിക്കുന്നത് ആ നമ്പർ തന്നെ ആൻസർ പേപ്പറിലേക്ക് എടുത്തെഴുതുമ്പോൾ തെറ്റ് വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ എഴുതുന്ന നമ്പർ തെറ്റിയാൽ നിങ്ങൾ ആൻസർ പൂർണ്ണമായി ശരിയാണെങ്കിൽ പോലും ഒരു മാർക്കും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്തത് ടൈം അലോക്കേഷൻ ഫോർമുല. ശരിക്കും എക്സാം 3 മണിക്കൂർ, സപ്പോസ് 180 മിനിറ്റ് അല്ലെങ്കിൽ 3 മണിക്കൂർ പരീക്ഷയാണെങ്കിൽ ഒരു 15 മിനിറ്റ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കണം എന്നാ പറയാം. റീഡിങ്, ക്വസ്റ്റ്യൻ പേപ്പർ റീഡിംഗ് എന്ന് വെച്ചാൽ കംഫർട്ട് സോൺ ഏതാണ്, ആവറേജ് സോൺ ഏതാണ്, ബിലോ ആവറേജ് സോൺ ആണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിന് തിരിക്കുക. കംഫർട്ട് സോൺ എന്ന് വെച്ചാൽ ആദ്യം എഴുതേണ്ടത്, ഒരു ഡൗട്ടും ഇല്ല. ആവറേജ് സോൺ എന്ന് വെച്ചാൽ ആ സെക്കൻഡ് ഹാഫിൽ എഴുതേണ്ടത്. തേർഡ് സോണിലാണ് നമ്മൾ ബിലോ ആവറേജ്, നമുക്ക് തീരെ കോൺഫിഡന്റ് അല്ലാത്ത, കൂടുതൽ സമയം ആലോചിച്ച് എഴുതേണ്ട ചോദ്യങ്ങൾ മാറ്റിവെക്കേണ്ടത്. അപ്പൊ ഈ രീതിയിൽ പരീക്ഷാ പേപ്പർ എഴുതുന്നതിന് നമുക്കൊരു കൃത്യമായ ഒരു ടൈമിംഗ് വേണം. ഇനി അവസാനത്തെ 15 മിനിറ്റ് എങ്കിലും ചെക്കിങ്ങിന് വേണമെന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്പറുകൾ മാറി എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസറുകൾ എഴുതിയിട്ടും ഉത്തരത്തിന് മാർക്ക് കിട്ടാത്ത അവസ്ഥ വരാം. നമ്മൾ ചിലപ്പോൾ മാത്തമാറ്റിക്സ് പോലെ ഫിസിക്സ് പോലെ കാൽക്കുലേഷൻസ് ഉള്ള വിഷയങ്ങളിൽ മൈനർ എറേഴ്സ് ചിലപ്പോൾ നമ്മുടെ മൊത്തം ഉത്തരത്തിന് തെറ്റിച്ചിട്ടുണ്ടാവാം. അപ്പൊ ആ സ്റ്റെപ്പുകൾ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാൻ. അതുപോലെ ലാബിലിംഗിൽ അത് വിട്ടുപോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഗ്രാഫ് പോലുള്ള കാര്യങ്ങളൊക്കെ അത് തെറ്റ് വന്നിട്ടുണ്ടോ. പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ് പോലെയുള്ള സബ്ജക്റ്റുകളിൽ ഈസി ആയിട്ട് മിസ്റ്റേക്കുകൾ വരാൻ സാധ്യത. കാരണം ഒരു നമ്പർ ഡിജിറ്റ് മാറിയാൽ തന്നെ ആൻസർ മൊത്തം മാറാൻ സാധ്യത. അപ്പൊ ഇതൊക്കെ റീഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു സമയം കൂടി കണക്കാക്കി ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഇല്ലെങ്കിൽ ഈ ചെക്കിങ്ങിലൂടെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന മാർക്കുകൾ കുറെ നഷ്ടപ്പെട്ടു പോകാൻ
സാധ്യതയുണ്ട്. ഇനി അപ്പോ ഞാനിത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, പരീക്ഷ എഴുതുമ്പം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ആദ്യം കംഫർട്ടബിൾ ആയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണമെന്ന് പറയാൻ കാരണം, നമ്മളൊരു പരീക്ഷ തുടങ്ങുന്ന സമയത്ത് നമ്മളുടെ തന്നെ സ്ട്രെസ് കൺട്രോൾ ചെയ്യുന്ന എൻഡോർഫിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവ് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് പരീക്ഷയുടെ തുടക്കത്തിൽ നമുക്ക് നല്ലവണ്ണം സ്ട്രെസ് ഫീൽ ചെയ്യും. എഴുതി ഒരു ഹാഫ് ടൈം ഒക്കെ ആകുമ്പോഴേക്ക് നമ്മൾ കുറച്ചുകൂടി ആ പരീക്ഷയുടെ മൂഡിലേക്ക് വരുന്നതും കംഫർട്ടബിൾ ആയി വരുന്നതും നമുക്ക് തന്നെ ഫീൽ ചെയ്യാം. അപ്പോ ആദ്യം നല്ല ഇഷ്ടമുള്ള കംഫർട്ടബിൾ ആയ ചോദ്യങ്ങൾ എഴുതി പരമാവധി ഒരു 70% ചോദ്യങ്ങളൊക്കെ എന്റെ ഉത്തരക്കടലാസിൽ അതിന്റെയൊക്കെ ഉത്തരങ്ങളായി എന്ന തോന്നൽ നിങ്ങളുടെ എൻഡോർഫിൻ ലെവലിനെ വളരെ സ്വാധീനിക്കും. അതിനുശേഷം ഒരുപക്ഷെ നിങ്ങൾ ടഫായ ചോദ്യങ്ങൾ, ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, പരമാവധി ക്ലാസ്സിലുണ്ടായ ചില ഇൻസിഡൻസ്, നിങ്ങളുടെ മെമ്മറിയെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് കണ്ടീഷൻ ചെയ്തുകൊണ്ട് അതിന്റെ ഉത്തരങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടെത്താനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരും. ഒരുപക്ഷെ ആദ്യമാണ് നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ എഴുതുന്നെങ്കിൽ ഈ ഒരു സാഹചര്യം ഉണ്ടായി വരണമെന്നില്ല, കാരണം സ്ട്രെസ് ഫാക്ടർ അവിടെ ഉണ്ട്. അപ്പൊ ഇതുകൂടി നമ്മൾ കോൺഫിഡൻസ് ലെവൽ ഫീൽ ചെയ്യുന്ന ഒരു സമയത്തായിരിക്കണം ടഫായത്, അപ്ലിക്കേഷൻ ലെവലിലുള്ളത്, നമുക്ക് അത്യാവശ്യം കിട്ടാത്ത ചോദ്യങ്ങളൊക്കെ അപ്പിയർ ചെയ്യേണ്ടത്. പരീക്ഷ എഴുതുമ്പോൾ തെറ്റിദ്ധാരണകൾ, ചില കുട്ടികൾ പറയും മനഃപൂർവ്വം കഠിനമായ ചോദ്യങ്ങളൊക്കെ എന്റെ എക്സാം ഭയങ്കര ടഫായിരിക്കും. അങ്ങനെയില്ല. കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ 3 ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിനകത്ത് നന്നായി പഠിക്കുന്ന എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എബോ ആവറേജ് കുട്ടികൾക്കുള്ള ചോദ്യങ്ങൾ, ഇനി ഒരു മിഡിൽ ആയിട്ട് പഠിക്കുന്ന ആവറേജ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്കുള്ള ചോദ്യങ്ങൾ, തീരെ പഠിത്തത്തിൽ പിന്നോക്കം പോകുന്ന അല്ലെങ്കിൽ അത്ര സമയമൊന്നും പഠനത്തിന് ചെലവഴിക്കാത്ത ബിലോ ആവറേജ് ആയ കുട്ടികൾക്കുള്ള ചോദ്യങ്ങളും ഉണ്ടാവും. അപ്പൊ 3 പേർക്കുള്ള ചോദ്യങ്ങൾ അതിനകത്തുണ്ട്. ചോദ്യങ്ങൾ മനസ്സിലാവില്ല എന്ന് ആദ്യമേ ചിന്തിക്കൂ. മറ്റുള്ളവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും മനസ്സിലാവും. ഏറ്റവും കൂടുതൽ മനസ്സിലാവുക ആർക്കായിരിക്കും? ചോദ്യങ്ങളിലൂടെ റിവിഷൻ ചെയ്തതും ചോദ്യങ്ങളിലൂടെ പാഠഭാഗങ്ങളെ സമീപിച്ച കുട്ടികൾക്ക് ചോദ്യം കാണുമ്പോൾ ഇത് എവിടുന്ന് വന്ന ചോദ്യമാണെന്ന് ഉത്തരം എഴുതാൻ അധിക സമയം ചെലവഴിക്കേണ്ടി വരില്ല. ഞാൻ ജയിക്കാൻ പോകുന്നില്ല എന്ന തോന്നൽ ചില കുട്ടികൾക്കുണ്ട്. ഇല്ല, നിങ്ങൾ ഇപ്പൊ അതിനെപ്പറ്റി ചിന്തിക്കരുത്. മെയ് മാസത്തിൽ റിസൾട്ടിനെ പറ്റി ഇപ്പൊ ചിന്തിക്കേണ്ട. നിങ്ങളിപ്പോ മാർക്കിനെ പറ്റി ചിന്തിക്കേണ്ടത് ഒറ്റ പോയിന്റിലാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര മാർക്കിന് ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതണം, അതിനുവേണ്ടി മാത്രമേ നിങ്ങൾ ഇപ്പൊ മാർക്കിനെ പറ്റി ചിന്തിക്കണ്ടൂ. എത്ര പോയിന്റ് എഴുതണം. എല്ലാം അറിയാത്ത ഞാൻ എങ്ങനെ ജയിക്കും? പെർഫെക്ഷനിസ്റ്റുകൾ, ഞാൻ പറഞ്ഞു, എല്ലാം അറിയുന്നവരായിട്ട് ആരുമില്ല. മുഴുവനായി പഠിച്ചു തീർത്ത് പോകാൻ പറ്റണമെന്നില്ല. ചെറിയ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോട്ടെ, ബാക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമല്ലോ. ആ വിട്ടുപോയ ഭാഗത്ത് ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിലോ നമ്മൾ വെറുതെ ആ ഭാഗത്തിനെ ഓർത്ത് വ്യാകുലപ്പെടുന്നതായിരിക്കും. അതുപോലെ ചില കുട്ടികൾ ഉണ്ടാകുന്ന മറ്റുള്ളവരൊക്കെ വളരെ വേഗത്തിലാണ് പഠിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ആ ഒരു സ്ട്രെസ് ഉള്ള കുട്ടികൾ മറ്റ് ഫ്രണ്ട്സുമായിട്ട് എങ്ങനെയാ പഠിക്കുന്നത്, സ്പീഡ് ഉണ്ടോ, എവിടെ എത്തി, എത്ര പഠിച്ചു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കുക. ചിലപ്പോൾ നിങ്ങൾ വളരെ കാര്യക്ഷമമായിട്ടായിരിക്കും ഓരോ ചാപ്റ്ററിനെ സമീപിക്കുന്നുണ്ടാവുക. പഴയ ക്വസ്റ്റ്യൻസ് നോക്കി, ഗൈഡ് ക്വസ്റ്റ്യൻസ് നോക്കി, നോട്ട് പുസ്തകം നോക്കി, നിങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കിയ ഷോർട്ട് നോട്ട്സ് നോക്കി, ടെക്സ്റ്റ് ബുക്ക് വായിച്ചൊക്കെ തീർക്കുമ്പോൾ മറ്റു കുട്ടികളെക്കാൾ ഇത്ര എഫക്റ്റീവ് ആയിട്ടൊന്നും പഠിക്കാത്ത കുട്ടികളെക്കാൾ നിങ്ങൾ കുറച്ച് സ്ലോ ആവാൻ സാധ്യതയുണ്ട്. ചില കുട്ടികൾക്ക് തോന്നുന്നു ഞാൻ വൈകിപ്പോയി, എല്ലാവരും കഴിയാറായി. അങ്ങനെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയ സമയം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അധ്യാപകർ പറഞ്ഞു തന്ന വെരി ഇമ്പോർട്ടന്റ് ആയ ഭാഗങ്ങൾ ആദ്യം പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. തോറ്റാൽ പരിഹസിക്കപ്പെടുമോ? പരീക്ഷയല്ല അവസാന വാക്ക്. ചിലപ്പോ ചിലരൊക്കെ വിചാരിക്കും ഞാൻ മോഡൽ തോറ്റു, ഇനി എന്തായാലും മെയിൻ പരീക്ഷയും തോക്കും. അങ്ങനെയൊന്നുമില്ല. മോഡൽ തോറ്റിട്ടും നല്ല രീതിയിൽ റിസൾട്ട് വാങ്ങിയ എത്രയോ കുട്ടികൾ. അതായത് നമ്മൾ SSLC പരീക്ഷ തോറ്റവരാരും ജീവിതത്തിൽ ഒന്നും ആയിട്ടില്ല എന്നൊന്നുമില്ല. അല്ലെങ്കിൽ +2 പരീക്ഷ തോറ്റു. ഒരു തോൽവി അല്ല ഒരാളുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ എത്രയോ പരാജയങ്ങളിലൂടെ പിടിച്ചു കയറിയ ആളുകളുടെ ജീവചരിത്രമൊക്കെ നമുക്കറിയാം. അതുപോലെ ഒരിക്കൽ തോറ്റാൽ ജയം സാധ്യമല്ല, അങ്ങനെയൊന്നുമില്ല. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിച്ചവരൊക്കെ ജീവിത വിജയം നേടിയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഒരു SSLCക്ക് ഫുൾ A+ വാങ്ങലോ +2 ഫുൾ A+ വാങ്ങുന്നോ അല്ല ജീവിത വിജയം എന്നുള്ളത്. നിങ്ങൾ ഈ പരീക്ഷ എടുക്കേണ്ടത്, ഞാൻ പറയുന്ന പരീക്ഷ എടുക്കേണ്ടത്, അവസാന വാക്കായിട്ട് ഞാൻ പറയുന്ന പരീക്ഷ എടുക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പരിശീലനമായിട്ടാണ് പരീക്ഷ എടുക്കേണ്ടത്. കാരണം ഒരുപാട് ചോദ്യങ്ങളാണ് പരീക്ഷ എന്ന് പറഞ്ഞാൽ. ഈ ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം എഴുതണം, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഞാൻ എന്തൊക്കെ ശ്രമിക്കണം, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എങ്ങനെ വ്യത്യസ്തമായിട്ട് എഴുതാം എന്നൊക്കെയുള്ള ആലോചനാ ശേഷി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് പരീക്ഷകൾ വരുന്നത്. അല്ലാതെ നിങ്ങൾ A+ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ഫ്ലെക്സിൽ ഫോട്ടോ വെക്കാനോ അല്ലെങ്കിൽ സ്കൂളുകൾക്ക് 100% കിട്ടിയെന്ന് അഹങ്കരിക്കാനൊന്നും അല്ല. നിരവധി പരീക്ഷകളിലൂടെ കുട്ടികളെ ജീവിത വിജയം നേടാൻ വേണ്ടി പക്വതയാക്കുക എന്നുള്ളതാണ് ഈ എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് കൊണ്ട് അക്കാഡമിയിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പല കുട്ടികൾക്കും ഇതിനെക്കുറിച്ചൊന്നും ഈ രീതിയിലുള്ള മുന്നറിവുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. കാരണം ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ പരീക്ഷകൾ നിങ്ങൾ നേരിടാൻ വേണ്ടി പോവുകയാണ്.
അപ്പൊ നിങ്ങൾക്ക് തോന്നും 10ാം ക്ലാസ്സിലെ പരീക്ഷ എന്ത്, അല്ലെങ്കിൽ +1 +2 പരീക്ഷ എന്ത്, അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലെ പരീക്ഷ എന്ത്. കാരണം ജീവിതത്തിൽ പകച്ചു നിൽക്കുന്ന പല സിറ്റുവേഷൻസും നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ്. അപ്പൊ അവിടെയൊന്നും ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ നിങ്ങളൊരു ആനയായിട്ട് മാറരുത്. എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്നൊക്കെ നമ്മൾ പറയും. ആനയുടെ കാലിന്റെ അത്ര പോലും ഉയരമില്ലാത്തൊരു മനുഷ്യനാണ് ഇത്രയും വലിയ ജീവിയെ കൊണ്ടു നടക്കുന്നത്, നിയന്ത്രിക്കുന്നത്. ഒരുപക്ഷെ അതിന് അത്രമാത്രം ഇന്റലിജൻസ് കിട്ടിയിരുന്നെങ്കിൽ ഇതിനെ ഒരു നാട്ടു മൃഗത്തെ പോലെ ഇങ്ങനെ ടൈം ചെയ്ത് ഇണക്കി കൊണ്ടു നടക്കാൻ മനുഷ്യന്മാർക്ക് കഴിയില്ലായിരുന്നു. ശരിയല്ലേ? അപ്പോ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു ആനയെ പോലെയായി മാറരുത്. ഇത്രയും കഴിവുകൾ ഉണ്ടായിട്ട് ഭയത്തിന്റെയോ അല്ലെങ്കിൽ അറിവില്ലായ്മയുടെയോ തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രയാസത്തിന്റെയോ ഒരു മുഖംമൂടി വെച്ചുകൊണ്ട് നിങ്ങൾ പെരുമാറരുത്. ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ്, ഡെഫിനറ്റ്ലി യു ക്യാൻ ഡു ഇറ്റ്. സ്വപ്നങ്ങൾ ഉണ്ടാവണം. സ്വപ്നങ്ങളെ എങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കണം എന്നുള്ള പ്ലാനും കൂടി ചേരുമ്പോഴാണ് ആ സ്വപ്നങ്ങൾ നമ്മളെ കയ്യിലേക്ക് വരിക. അല്ലാണ്ട് വെറുതെ സ്വപ്നം കണ്ടുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പൊ കാര്യങ്ങളെ എങ്ങനെ കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റും എന്നുള്ള ഒരാശയമായിരിക്കണം പരീക്ഷാ സമയത്ത്, പരീക്ഷയ്ക്ക് മുമ്പുള്ള ദിവസങ്ങളിൽ, പരീക്ഷ എഴുതുന്ന സമയങ്ങളിൽ ഒക്കെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ടത്. ജീവിതത്തിൽ ഈ ഒരു പരീക്ഷ കൊണ്ട് ഒന്നും തീരുന്നില്ല. ഇനിയും നിങ്ങളൊക്കെ എത്രയോ പരീക്ഷകൾ എഴുതാൻ പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ പരീക്ഷ മാത്രം ഓറിയന്റഡ് ആയിട്ടല്ല. ജീവിതത്തിൽ എന്ത് വരുമ്പോഴും സമയമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഈശ്വരൻ നമ്മൾ ചിന്തിക്കണം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ പരാജയങ്ങൾ വലിയ രീതിയിൽ അനുഭവിക്കേണ്ടി വരാറില്ല എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ ഇത്രയും കാര്യങ്ങൾ തിരിച്ചറിയുന്ന ആളുകൾക്ക് മാത്രമാണ് ഒരു പരീക്ഷയിൽ നല്ല വിജയം നേടാൻ വേണ്ടി പലപ്പോഴും കഴിഞ്ഞിട്ടുള്ളത്. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം ഇത് കേട്ടിരുന്ന എല്ലാവർക്കും. ചെറിയ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിട്ടുണ്ട് നെറ്റ്വർക്കിന്റെ ഭാഗത്തു നിന്ന്, അതിൽ ക്ഷമ ചോദിക്കുകയാണ്. അപ്പൊ ഇത്രയും നമ്മൾ ആ പരീക്ഷയെ കുറിച്ച് രക്ഷിതാക്കളും കുട്ടികളും ചിന്തിക്കേണ്ടതുള്ളൂ. ഇനി ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എത്ര വർക്ക് ചെയ്തോ അതിന് തുല്യമായ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. മാജിക്കൽ റിസൾട്ട് ഒന്നും ആരും എക്സ്പെക്ട് ചെയ്യരുത്. മനസ്സിലായില്ലേ? ഞാൻ കുറച്ച് പഠിച്ചു, എനിക്ക് മുഴുവൻ വിഷയത്തിന് A+ വേണം, അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും വേണ്ട. നിങ്ങൾ എത്ര ചെയ്തോ, അല്ലെ? എല്ലാ മഹത് ഗ്രന്ഥങ്ങളിലും എഴുതിയിട്ടുണ്ട്, അല്ലെ? ഖുറാനിലായിക്കോട്ടെ, ബൈബിളിലായിക്കോട്ടെ, ഭഗവത്ഗീതയിലായിക്കോട്ടെ, എല്ലാത്തിലും എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അളക്കുന്ന അളവിൽ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ ചെയ്യുന്നതിനുള്ള പ്രതിഫലമായിട്ട്. അത് നിങ്ങളെ മനസ്സിലുണ്ടാവുക. അല്ലാതെ അതിലധികം എക്സ്പെക്ട് ചെയ്ത് പോകുമ്പോഴാണ് അത് ടെൻഷനായിട്ട് ആശങ്കകളും ആങ്സൈറ്റികളൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പോ ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഒരു 15 മിനിറ്റ് നമുക്ക് ഡിസ്കഷന് വേണ്ടി മാറ്റിവെക്കാൻ തോന്നുന്നു. ഓവർ ടു ജിംഷീന. തീർച്ചയായും തീർച്ചയായും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ ഒരു വരാനിരിക്കുന്ന ഓരോ എക്സാംസിന്റെയും ഇമ്പോർട്ടൻസ് എന്നതുപോലെ തന്നെ നമ്മുടെ ലൈഫിന്റെ ഒരു ഇമ്പോർട്ടൻസും കൂടെ സാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എനിക്ക് അതിൽ ഏറ്റവും ഹുക്കിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം അതായിരുന്നു. പരീക്ഷ എത്രത്തോളം പ്രാധാന്യത്തോട് കൂടിയിട്ട് കുട്ടികൾ കാണേണ്ടതുണ്ടെന്ന് പറയുന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ വലിയ പരീക്ഷണങ്ങളും പരീക്ഷകളും വരാനിരിക്കുന്ന ജീവിതത്തിനെ കുറിച്ചും കൂടെ സാർ വളരെ ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്ക് വേണ്ട, ലൈഫിൽ വേണ്ട ഒരുപാട് സ്കില്ലുകൾ ഉണ്ട്. അതിനകത്തേക്ക് നമ്മുടെ കുട്ടികൾ എത്രത്തോളം ഇന്നത്തെ കാലഘട്ടത്തിൽ എത്തുന്നുണ്ട്, അതിലേക്ക് അവർക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം കുട്ടികളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ തന്നെ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നത് അതാണ്. ഓരോ കുട്ടിയെയും മനസ്സിലാക്കിയിട്ട് പഠിപ്പിക്കുക, പഠിക്കാൻ അവരെ കൂടെ നിർത്തുക, അതിന്റെയാണ് കാര്യം. അത് എജുസ്ലോട്ട് വിശ്വസിക്കുന്ന ഒരു നയം കൂടെ അത് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു സെഷനെ കുറിച്ചിട്ടുള്ള ഒരു ഫീഡ്ബാക്കും അതുപോലെ നിങ്ങൾക്ക് ഇനി കൂടുതൽ അറിയാനുള്ള വരും സെഷനുകളിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങളെ കുറിച്ചിട്ടും ഒരു കുറഞ്ഞ സമയത്തിലേക്ക് നിങ്ങൾക്കൊന്ന് ചർച്ച ചെയ്യാവുന്നതാണ്. നമുക്കൊരു 10 മിനിറ്റ്സ് അതിലേക്ക് മാറ്റിവെക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്, അതല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കാവുന്നതാണ്. താങ്ക് യു സാർ. നമ്മള് പോവാറില്ലേ അമ്മേന്റെ പൊടി എന്റെ കൈ. എനിക്ക് തോന്നുന്നു ഒരുപാട് നന്ദികളാണ് സാർ വന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. സോ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് സ്കിൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലെ സാർ? ഇനിയിപ്പോ ഒരു വെക്കേഷൻ ഒക്കെ വരാൻ പോകുന്ന സമയത്ത് നമ്മുടെ കുട്ടിക്ക് ശരിക്കും വേണ്ട ഒരു സ്കിൽ എന്താണെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാലഘട്ടമാണ് കൂടുതലായിട്ട്.
കുട്ടികൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ എന്താണോ കാണുന്നത്, എനിക്ക് ആ കഴിവൊന്നും ഇല്ലല്ലോ എന്ന് ആലോചിച്ച്, എനിക്ക് അത്തരത്തിലുള്ള ഒരു ലൈഫിലേക്ക് എത്താൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് കുട്ടികൾ സ്വയം എന്താ, ഞാനൊരു മോശമാണ്, എന്നൊന്നിനും പറ്റില്ല, എന്നെ മാത്രമല്ല എന്റെ കൂടെ നിൽക്കുന്നവരും മോശമാണ്, മറ്റേ ആളാരും മറ്റേ ഒരു പബ്ലിക് ഫെയിം നോക്കൂ, അവർക്ക് ഫുൾ നല്ല ആളുകളാണ് കൂട്ടുകെട്ടുള്ളത്, അവരുടെ ഫാമിലി ഭയങ്കര സെറ്റപ്പാണ്, ഭയങ്കര ഫ്രണ്ട്ലി ആണ്, എന്റെ പാരന്റ്സ് അങ്ങനെയല്ല, എന്റെ കൂട്ടുകാർ അങ്ങനെയല്ല, ഞാൻ അങ്ങനെയല്ല, എല്ലാം അല്ലായ്കകളും ഇല്ലായ്മകളും മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നിലവിൽ വരുന്നത്. അത് അവരുടെ തെറ്റല്ല, അവർ ചുറ്റുപാടിനും കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അതേ സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും സെൽഫ് ഡിസിഷനും സെൽഫ് ഡിസിപ്ലിനും ഉൾപ്പെടെ അവർക്ക് അത്തരത്തിൽ ലൈഫിൽ വേണ്ട കുറച്ച് ബേസിക് സ്കില്ലുകൾ ഉണ്ട്. ആ സ്കില്ലുകളിലൂടെയാണ് നമ്മുടെ കുട്ടികളെ മികച്ച അക്കാഡമിക്സിലേക്കും മികച്ച ഒരു പേഴ്സൺ ആയിട്ട് ഡെവലപ്പ് ചെയ്യാനും സാധിക്കുന്നുണ്ടാവും അല്ലെ. ഞാൻ രാഹുൽ സാർ എന്നെ പല സെഷനുകളിലായിട്ട് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ഞാൻ ഇവിടെ കടമെടുത്തത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ നയിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളും കൂടെ നമ്മൾ എജുസ്ലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിന്റെ ഒരു ലോഞ്ചിങ് കൂടെ വരാനുണ്ട്. ആ ഒരു സന്തോഷം കൂടി ഈ ഒരു സമയത്ത് നമ്മൾ അറിയിക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഏറ്റവും മികച്ച ട്രെയിനേഴ്സിൽ നിന്ന് തന്നെ, രാഹുൽ സാർ ഉൾപ്പെടുന്ന ഏറ്റവും മികച്ച ട്രെയിനേഴ്സിൽ നിന്ന്, സൈക്കോളജിസ്റ്റ് എക്സ്പേർട്സിൽ നിന്ന്, സിവിൽ സർവീസിന്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസിൽ നിന്നൊക്കെ ആയിട്ട് കാര്യങ്ങൾ അടുത്തറിയാനും മികച്ച ഒരു മാറ്റം നമ്മുടെ കുട്ടികളിലേക്ക് കൊണ്ടുവരാനുള്ള അവസരം നമ്മൾ വരും ദിവസങ്ങളിലായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന നമ്മുടെ പുതിയ കോഴ്സിൽ വരുന്നുണ്ടായിരിക്കും. സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സാണ്. നമ്മുടെ കുട്ടികൾക്ക് അക്കാഡമിക്സിന്റെ ഏറ്റവും മികച്ച ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാൻ എജുസ്ലോട്ട് വർഷങ്ങളായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. അതോടൊപ്പം നമ്മൾ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളിൽ കാലത്തിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ എജുസ്ലോട്ട് തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന ഇപ്പൊ 10th പ്ലസ് ടു എക്സാംസ് കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ChatGPT അല്ല പറഞ്ഞുതരാൻ പറ്റുന്നുണ്ടാവാം. നിങ്ങളെ മനസ്സിലാക്കിയിട്ട് ആദ്യം നിങ്ങൾ സ്വയം ചോദിച്ചറിയണം. ഞാനൊരു ഹ്യൂമാനിറ്റീസ് കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മോശമായി പോവോ, സൊസൈറ്റി എന്നെ ഞാൻ പഠിക്കാത്തത് കൊണ്ട് ഹ്യൂമാനിറ്റീസ് എടുക്കുമോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലത്തിലേക്കായിരിക്കും ചിലപ്പോൾ ChatGPT നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലുള്ള ചേട്ടനോടോ ചേച്ചിയോടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ സയൻസ് എടുത്തോ, അതിനാണ് കുറച്ചും കൂടെ പ്രിവിലേജ് എന്നായിരിക്കും പറഞ്ഞു തരുന്നുണ്ടാവുക. അതേ സമയത്ത് എന്ത് പഠിച്ചാലാണ്, ഓരോന്നിലും എന്താണ് പഠിക്കാനുള്ളത്, അത് പഠിച്ചാൽ എന്താണ് നമുക്ക് സ്കോപ്പ് ഉള്ളതെന്ന് മനസ്സിലായിക്കൊണ്ട് അടുത്ത നിങ്ങളുടെ കരിയർ പാത്ത് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനനുസരിച്ചിട്ടുള്ള ഒരു ബ്രിഡ്ജ് കോഴ്സും കൂടെ നമ്മൾ എജുസ്ലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ട ഓരോ വിഷയത്തിലേക്കും എജുസ്ലോട്ടിന്റെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിരിക്കും. വരാനിരിക്കുന്ന ഫ്രീ വെബിനാറുകളും സെഷനുകളും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോഴ്സുകളും എല്ലാം നമ്മളുടെ ഒരു ഉന്നമനത്തിന് വേണ്ടി തന്നെ ഉദ്ദേശിക്കുന്നതാണ്. മികച്ച മാറ്റങ്ങളിലേക്ക്, മികച്ച നാളുകളിലേക്ക് ഏവർക്കും ഒരു ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഫീഡ്ബാക്സ് നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ മെസ്സേജസ് വരുന്ന നമ്പറിലേക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഒഫീഷ്യൽസിന്റെ ഭാഗത്ത് നിന്നുള്ള നമ്പേഴ്സിലേക്കാണ് പേഴ്സണൽ മെസ്സേജസ് അയക്കാവുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും പങ്കാളിത്തത്തിൽ നന്ദി അറിയിക്കുകയാണ്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒന്നിച്ച് പങ്കെടുത്തിട്ടുള്ള ഈ ഒരു സെഷൻ മികച്ച വിജയമാക്കി തന്നതിന് ഏവർക്കും നന്ദി. താങ്ക് യു ഓൾ. താങ്ക് യു രാഹുൽ സാർ. താങ്ക് യു സോ മച്ച്.